എന്ത് പറ്റി? ടയർ പഞ്ചറായതാ സാർ. ഓ, എന്താ ഇങ്ങനെ എന്തെങ്കിലൊക്കെ ചെയ്തോണ്ടിരിക്കുന്നല്ലോ. അടുത്ത് പഞ്ചർ കട വല്ലതും ഉണ്ടോ? അതിന് 10 കിലോമീറ്റർ പോണം. 10 കിലോമീറ്ററോ? അതേന്ന്. ഇനിയും 4 ഗ്രാമം കടന്ന ഒരു പഞ്ചർ കടയുണ്ട്. അവിടുന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും രാത്രിയാവും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ തന്നെ ഇരിക്കണം. പക്ഷെ കാട്ടി പോയരുത്, പുലി ഉണ്ടാവും. പുലിയോ? എന്താ മെക്കെട്ട് ചാടണേ? നിന്റെ മേത്ത് ഇവിടെ എന്താ 100 രൂപ തരണോ? എന്റെ മേത്ത് ചാടാൻ നടക്കിക്ക്. അവിടെ പെണ്ണുകൾ കുളിക്കുന്നുണ്ട്, അവരുടെ മേത്ത് പോയി ചാട്. 1000 രൂപ തരാം. അവരുടെ മേത്ത് വീഴ മാത്രമല്ല, വീഡിയോ എടുത്തോണ്ട് വരാം. നീ 1000 റെഡിയാക്കി വെച്ചു. ആ നോക്കാം പോ. ആ മത്തങ്ങ തലയിൽ നിന്ന് ശരിയാക്കണം. വല്ലാത്ത കഷ്ടം തന്നെ. ഇതെന്താ പെൺഡ്രൈവ് ഇവിടെ കിടക്കുന്നേ? കുമ്പളങ്ങേ, നീ എന്തേ നോക്കിക്കൊണ്ടിരിക്കണേ? കാട്ടിന്നൊരു പെൺഡ്രൈവ് കിട്ടിയിട്ടുണ്ട്. ശരിക്കും കാണിക്കടാ, എന്തെങ്കിലും സംഗതികൾ കാണും. ഹേയ് മിണ്ടാതിരിക്കടാ, നിനക്ക് ആ വിചാരം മാത്രമേ ഉള്ളൂ. വലിയൊരു പുണ്യാളത്തി. എന്താ ഉള്ളത് നോക്കാം. ഓപ്പൺ ശരി മനസ്സേ. എന്താ പറ്റിയത്? അവൻ ഏതൊരു പെൻഡ്രൈവ് കിട്ടിയതാ.
ഹാരിക. ഇതാണ് എന്റെ വീട്. ആ ഗ്ലാസ് ആയിട്ട് വഴക്കിടുന്നില്ലേ, അതെന്റെ ഡാഡിയാ. അദ്ദേഹത്തിന്റെ ഫാമിലിയെക്കാളും ഗ്ലാസിനോടാണ് വളരെ അറ്റാച്ച്മെന്റ്. എന്നെ അമ്മയും ദിവസം ദ്രോഹിക്കുന്നത് കണ്ടിട്ട് ഇവിടെയുള്ള അയൽക്കാരൊക്കെ വല്ലാതെ വന്ന് പോരാടിയിട്ടുണ്ട് കേട്ടോ. എന്താ ലേറ്റ് ആയ? നീ എന്താ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? കാലത്ത് തന്നെ പരിപാടി തുടങ്ങിയോ? ഞാൻ എന്താ തമാശക്ക് കുടിക്കാണ്, കൺഫ്യൂഷനിൽ കുടിക്കാം. എന്ത് കൺഫ്യൂഷൻ? സ്വർണം വാങ്ങാൻ മോഹൻലാൽ പറയുന്നു, അത് പണയം വെക്കാൻ നമ്മുടെ വിക്രം പറയുന്നു. ലാലേട്ടൻ പറയുന്ന മാതിരി വാങ്ങണോ, വിക്രം പറയുന്ന മാതിരി പണയം വെക്കണോ? ആഹാ, പണയം വെച്ചിട്ട് വെള്ളം അടിക്കാനാണോ? ഓ, ഈ ആണുങ്ങളെ പെണ്ണുങ്ങൾ വിശ്വസിക്കത്തേ ഇല്ലേ? ഈ ഫുൾ ബോട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ, അതിൽ എന്താ എഴുതിയിരിക്കുന്നെന്ന് പറഞ്ഞേ? മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന്. ഇപ്പൊ അതിന്റെ കൺഫ്യൂഷനില്ല. അത്ര കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിർത്തിക്കൂടെ? നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം വേണല്ലോ. കാലത്ത് സൂര്യൻ ഉദിക്കുന്നുണ്ടോ ഇല്ലയോ, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ഉണ്ടാവും. എന്റെ കയ്യിൽ ഈ ഗ്ലാസ് വരാൻ നിന്റെ വയറ്റിൽ കിടന്നതാ അവളാ കാരണം. എന്റെ പാരമ്പര്യത്തിൽ എല്ലാ ആണുങ്ങളാ, നിന്റെ പാരമ്പര്യത്തിലായി പെണ്ണുങ്ങൾ ജനിക്കുന്നത്. അവള് പെണ്ണായിട്ട് ജനിച്ചത് ഞാനാണോ കാരണം? അതിന് അവള് വീട്ടിൽ ജോലിയും കൂലിയില്ലാതെ വെറുതെ ഇരിക്കല്ലോ, മാന്യമായി ജോലി ചെയ്ത് സമ്പാദിക്കുന്നുണ്ട്. അതാണ് തെറ്റെന്ന് പറയുന്നത്. ആണുങ്ങൾ സമ്പാദിച്ചു കൊണ്ടുവരണം, പെണ്ണുങ്ങൾ അടുക്കളയിൽ ഇരിക്കണം. നിങ്ങൾ എല്ലാവരും എന്ന് തോളിൽ ബാഗും തൂക്കിക്കൊണ്ട് പുറത്തേക്ക് വന്നു, അന്ന് ആണുങ്ങളുടെ മര്യാദ മൊത്തം പോയി. ഇതാണ് എന്റെ അച്ഛന്റെ ക്യാരക്ടർ. ദിവസം എന്റെ അച്ഛന് ആരോടെങ്കിലും വഴക്കിട്ടില്ലെങ്കിൽ അന്ന് അദ്ദേഹം ഉറങ്ങത്തേയില്ല. ഹലോ, ഇതെന്റെ ചാനലാണ്. ജനങ്ങളുടെ ന്യായത്തെ അംഗീകരിക്കലാണ് ഞങ്ങളുടെ ചാനലിന്റെ പ്രധാന തൊഴിൽ. ഹായ് നേഗ, എന്താ ഇന്ന് നേരത്തെ വന്നു? നീ എന്താ ലേറ്റ് ആയത്? നൈറ്റ് മൂവി കണ്ടു, അതാ രാവിലെ എനിക്ക് ലേറ്റ് ആയത്. ഇതാണ് സുപ്രജ, ഈ ചാനലിലെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ജേർണലിസം എന്ന് പറഞ്ഞാൽ വെറും ഉപ്പേരി വെക്കുന്നത് പോലെ സിമ്പിൾ ആണെന്ന് വിചാരിച്ചിരിക്കുക ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾ. സ്വീറ്റ് സ്മൈലും ഷോർട്ട് സ്കേർട്ടും ഇട്ടിട്ട് നമുക്ക് പണി തന്നോണ്ടിരിക്കുകയാണ്. ഇവർക്ക് വേറെ എന്താണ് അറിയാ? കേട്ടില്ലേ, ഇവന് ഇതാണ് തൊഴില്. ഇവന്റെ പേര് ശിവാജി എന്നാ. ഇവിടെയുള്ള എല്ലാവരെയും എപ്പോഴും വട്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇവന്റെ കാഴ്ചയിൽ ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും ഒട്ടും ബുദ്ധിയില്ലെന്നാണ് ഇവന്റെ കണക്ക്. ഇവന്റെ ചില പ്രവൃത്തികൾ കണ്ടാല് ഇവനെ ജീവിപ്പിക്കാൻ അനുവദിക്കാതെ കഴുത്ത് തിരിച്ച് കൊല്ലാനുള്ള ദേഷ്യം വരുന്നേ. സർ, ഹോം മിനിസ്റ്റർ വീട്ടിലെ പ്രതിപക്ഷ നേതാവ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ബ്രേക്കിംഗ് ന്യൂസ് ആയാലോ? ഇതത്ര പ്രധാനപ്പെട്ട ന്യൂസ് ഒന്നും അല്ലല്ലോ. പക്ഷേ നമ്മുടെ ചാനലിന്റെ റേറ്റിംഗ് അധികമാകണമെങ്കിൽ നമ്മൾ ഒരു ന്യൂസും വിടാൻ പാടില്ല. ഒരു കാര്യം ചെയ്യ്, പ്രതിപക്ഷ നേതാവിനോട് രഹസ്യ സംഭാഷണം നടത്തിയ മന്ത്രി എന്നൊരു ഹെഡിങ് ഇട്ടു. അതും ബ്രേക്കിംഗ് ന്യൂസ് പോലെ. റെസ്പോൺസ് നോക്കിയിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇങ്ങനെയാണ് ഞങ്ങളുടെ MD ചിന്തിക്കുന്നത്. ഇത് കാണുമ്പോ ആ പെണ്ണ് ഏതോ പ്രശ്നത്തിലാണെന്ന് തോന്നുന്നത്. എനിക്കും അങ്ങനെ തോന്നുന്നത്. ഈ പെൺഡ്രൈവ് കിട്ടിയ സ്ഥലത്ത് മുഴുവനും ചോരയായിരുന്നു. പാവ, ആ കുട്ടി ഏതോ അപകടത്തിലാണെന്ന് തോന്നുന്നു. നമുക്ക് അവളുടെ ഓഫീസിൽ പോയി ചോദിച്ചാലോ? ശരി. എക്സ്ക്യൂസ് മീ. യെസ്. സുപ്രജ ഒന്ന് കാണണമായിരുന്നു. ഇതിലാരാ മാനസ? ഞാനാണ്. നിഹാരിക നിങ്ങളുടെ ഫ്രണ്ടാണോ? അതെ. എന്താ കാര്യം? ഇപ്പൊ നിങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് എനിക്കൊരു സംശയം. അവളുടെ പാരന്റ്സ് എനിക്ക് 10 പ്രാവശ്യം വിളിച്ചു. ഈ കാര്യം ചാനലുള്ളവർ അന്വേഷിച്ചില്ലേ? ഇവിടെ 100 ഗ്രൂപ്പ്സ് ഉണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ ജോലിയും അവരവരുടെ കാര്യങ്ങളുണ്ട്. ഓട്ടോ ഓടിക്കുന്ന ആൾക്കാർ തമ്മിലുള്ള യൂണിറ്റി പോലും ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു. കാട്ടിലേക്ക് പോയാൽ വല്ല ഡീറ്റെയിൽസും കിട്ടുന്ന എനിക്ക് തോന്നുന്നേ. അത് ശരിയാണ്. പോവാം. ഇതാ ഇവിടെ തന്നെയാ. ഇവിടുന്ന് എനിക്ക് പെൺഡ്രൈവ് കിട്ടിയത്. ശരി, അന്വേഷിക്കാം.
എവിടെ അന്വേഷിച്ചോ ആ പെണ്ണിനെ കിട്ടിയില്ല. ശരിക്കും എന്താ സംഭവിച്ചത്? നിഹാരിക്ക ഈ കാട്ടിലേക്ക് എന്തിനാ വന്നത്? നിഹാരിക്ക എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. നിഹാരിക്ക, നിനക്ക് വേണ്ടി MD വെയിറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. എക്സ്ക്യൂസ് മീ സർ. കം ഇൻ. സോറി സർ, കുറച്ച് ലേറ്റായി. ഇറ്റ്സ് ഓക്കെ, ക്യാരി ഓൺ. നമ്മളിപ്പോൾ കാണുന്നത് ഇവരൊക്കെ വേറെ ലോകത്തുള്ള മനുഷ്യരല്ല. നമ്മുടെ ചുറ്റും നമ്മുടെ കൂടെ തന്നെ ജീവിക്കുന്ന സാധാരണ മനുഷ്യരാണ്. ഇവരൊക്കെ ഇങ്ങനെ ആയതിന് കാരണം ആരോഗ്യപരമായ ഭക്ഷണം കിട്ടാത്തത് കൊണ്ടല്ല, ശുദ്ധമായ വെള്ളം കിട്ടാത്തത് കൊണ്ടാണെന്ന് അറിഞ്ഞാൽ നമ്മുടെ ഹൃദയ തുടിപ്പ് തന്നെ ഒരു മിനിറ്റത്തേക്ക് നിന്നു പോകും. ഇത് ഏതോ ഒരു ഗ്രാമത്തിന്റെ അല്ല, പുഴയിലെ വെള്ളം ഒഴുകുന്ന എല്ലാ ഗ്രാമത്തിന്റെ അവസ്ഥയാണിത്. ഇങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതാക്കുവാൻ വേണ്ടി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ സ്ഥലത്ത് ജീവിക്കുന്നവർക്ക് ശുദ്ധമായ കുടിവെള്ളം കിട്ടാത്തത് കൊണ്ട് അവിടേക്ക് വരുന്ന മലിനമായ ജലം കുടിച്ചാണ് അവരുടെ ദാഹം തീർക്കുന്നത്. അതിന്റെ ഫലമായിട്ട് ഫ്ലൂറിസസ് എന്ന രോഗം വന്ന് പരിതാപകരമായി മരണമടയുന്നു. ഇവരുടെയൊക്കെ ഈ അവസ്ഥ കണ്ട ശേഷവും നമ്മുടെ നാട് വളരെയേറെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ശുദ്ധമായ വെള്ളം പോലും കൊടുക്കാൻ സാധിക്കാത്തതിൽ നാണിക്കണോ? രാഷ്ട്രീയ തലത്തിലുള്ളവർ ഇതൊക്കെ കണ്ട് എന്ത് പ്രോഗ്രാമാണോ ഇത് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല സർ. ഇത് ഇവളുടെ സ്വന്തം ഐഡിയ ആണ്. നോക്ക്, നമുക്ക് വേണ്ടത് സെൻസേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ന്യൂസ് ആണ്, ഇങ്ങനെയുള്ള സെൻസ്ലെസ് ന്യൂസ് അല്ല. അതല്ല സർ, ജനങ്ങളുടെ പ്രോബ്ലം നമുക്കെങ്ങനെ ടെലികാസ്റ്റ് ചെയ്യാന്ന് കരുതി. പ്രോബ്ലംസ് കാണിക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് വേണ്ടത് TRP റേറ്റിംഗ് ആണ്. അത് വന്നെങ്കിലേ നമുക്ക്, ഇല്ലെങ്കിൽ കഥ കഴിയും. പ്രോബ്ലം അത്ര പ്രോബ്ലം അത് പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. ഏതെങ്കിലും VIP-യുടെ മുകളിൽ ഒടിച്ചോടിയിട്ടുണ്ടെങ്കിൽ അതാണ് ന്യൂസ്. ഏതെങ്കിലും മന്ത്രിക്ക് സ്റ്റെപ്പിനി ഉണ്ടെങ്കിൽ പറ, അതാണ് ബ്രേക്കിംഗ് ന്യൂസ്. നമുക്ക് ഉടനെ ടെലികാസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ്മാനോ സിനിമാ നടിയോ കല്യാണം കഴിക്കുന്നു വെച്ചോ, പെണ്ണിന് മൂക്കുത്തി മേടിക്കുന്നത് മുതൽ താലി കെട്ടുന്നത് വരെ ഏത് ഐറ്റം എവിടുന്ന് മേടിച്ചു എന്ന് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഇങ്ങനെയാണ് TRP അധികമാക്കേണ്ടത്, മനസ്സിലായോ? ഇതൊന്നും അറിയാതെ ഞാൻ അപ്പോഴേ പറഞ്ഞാണ് സാർ, MD-യുടെ അടുത്ത് ഇതൊന്നും കാണിക്കരുതെന്ന്. ഞാൻ പറയുന്ന അനുസരിച്ചാലല്ലേ. ഇവിടെ നോക്ക്, നിന്റെ വിഡ്ഢിത്തരം കൊണ്ട് ചാനലിന്റെ പേര് നശിപ്പിക്കരുത്. ഞാൻ പറയുന്നത് ഇഷ്ടമല്ലെങ്കിൽ ജോലി റിസൈൻ ചെയ്തു. ഐ ഡോണ്ട് കെയർ. സർ, ഈ TV ചാനലും ഈ ന്യൂസ് റിപ്പോർട്ടിങ്ങും ഇതൊക്കെ ആർക്ക് വേണ്ടിയാ? ഇനിയെങ്കിലും ഈ സീനിയർ പറയുന്നത് കേട്ടാ നിനക്ക് കൊള്ളാം. വന്നിരിക്കുന്ന ഒരു വലിയ റിപ്പോർട്ടുകാരി. നമസ്കാരം സാറേ. നമസ്കാരം പ്രസാദേ, എങ്ങനെയുണ്ട് ജേർണലിസ്റ്റ് ഒക്കെ? നിങ്ങളെപ്പോലെ ഉള്ളവരുള്ളപ്പോ എന്റെ ചാനൽ നന്നായിട്ട് പോകും. അന്ന് പെർമിഷന് വേണ്ടി എന്റെ അടുത്ത് ഒരുപാട് അലഞ്ഞതല്ലേ. ഇന്നൊരു ലൈവ് പ്രോഗ്രാമിന് വേണ്ടി ഞാൻ നിന്റെ അടുത്ത് വന്ന് അലയുന്നു. ശരി ശരി, എന്റെ അടുത്ത് ഒരുപാട് സമയമൊന്നുമില്ല, വേഗം റെഡിയാക്കിക്കോ. ഇവരെയും കൂട്ടിട്ട് പോണ്ടതാ. വരൂ വരൂ, ഇരിക്കാം. എത്രയോ കഷ്ടപ്പെട്ട് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ സ്റ്റോറിയാണിത്. ചവറ്റുകൊട്ടയിൽ ഇടുന്നും പറഞ്ഞ് റിജക്ട് ചെയ്തു. ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ജോലി അന്വേഷിക്കാൻ പറഞ്ഞു. നേഹ, കുറച്ചു കാലം അവർക്ക് ആവശ്യമുള്ളത് നീ കൊടുക്ക്. നിന്നോട് വിശ്വാസം വന്നാ പിന്നെ നീ ചോദിക്കുന്നതൊക്കെ അവർ ചെയ്യും. കറക്റ്റാണ്. ഇമ്മീഡിയറ്റ് സെൻസേഷൻ ന്യൂസ് വെച്ചാൽ ഞാൻ എവിടുന്ന് കൊണ്ടുപോയി കൊടുക്കാനാണ്? പ്രശ്നങ്ങൾ ഒരുപാടുള്ള നമ്മുടെ നാട്ടിലാണ് ന്യൂസിന് ക്ഷാമം. ഒറ്റ രാത്രി നീ പുറത്ത് കറങ്ങി നോക്ക്, ആവശ്യത്തിന് കൂടുതൽ ന്യൂസ് കിട്ടും. എല്ലാരും ഉറങ്ങുന്ന സമയത്തായിരിക്കും അക്രമമൊക്കെ തലപ്പൊക്ക. നേഹ, നീ എന്താ ചെയ്യുന്നേ? നഗരത്തിന്റെ മറുഭാഗം. അങ്ങനെ ഒരു പ്രൊമോ റെഡിയാക്ക്. നേരം എടുക്കുമ്പോഴേക്ക് ന്യൂസ് കിട്ടണം. ഞാൻ വരാം. സംസാരിക്കാൻ വേറെ സ്ഥലമൊന്നുമില്ലേ? ഇവിടെ എന്തിനാ വരാൻ പറഞ്ഞേ സാറേ? നമ്മുടെ ഇപ്പത്തെ അവസ്ഥയില് വേറെ എവിടെയെങ്കിലും പോയാൽ പ്രശ്നം തന്നെയാ. അധികാരത്തിലാണെങ്കിൽ പോലും പേടിച്ചല്ലേ സംസാരിക്കാൻ പറ്റൂ. സത്യമാണ് സാറേ, ആ CM നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. എന്തിന്? എന്റെ ഭാര്യയോട് സംസാരിച്ചാൽ പോലും ടാപ്പ് ചെയ്യാ. എനിക്കും അത് തന്നെയാണോ വിഷമം. എന്നെ വിശ്വസിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പോലും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. 80 MLA സപ്പോർട്ട് ഉണ്ടായിട്ട് ഒരു കാര്യമില്ലാണ്ട് പോയി. 80 MLA-മാരുടെ കയ്യിൽ നിന്നും ഒപ്പ് മേടിച്ചു തന്നാലോ? ഒപ്പ് കിട്ടിയതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലടോ. ഇപ്പൊ രാഷ്ട്രീയത്തിൽ നടക്കുന്നത് നമ്പർ ഗെയിമാണ്. ഇപ്പൊ കയ്യിലിരിക്കുന്ന MLA-മാര് കൂടാതെ കുറച്ചു പേരും കൂടി നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ പിന്നെ പവർ നമുക്ക് തന്നെയാടോ. നമ്മുടെ അടുത്ത് ഇത്ര MLA-മാരുണ്ടായിട്ട് എന്താ കാര്യം സാർ? ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. ആ CM അധികാരം വെച്ചിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത്? അവനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ എനിക്ക് ഒറ്റ ദിവസം മതിയടോ. ഞാൻ ഒരു രാത്രി ഉറങ്ങാണ്ടിരുന്നാ മതി.
പിന്നെ അവൻ ജീവിതകാലം മുഴുവനും ഉറങ്ങാത്ത നിലയിലാക്കും ഞാൻ. അടുത്ത ദിവസം സൂര്യ ഉദിക്കുമ്പോ ഞാൻ മുഖ്യമന്ത്രിയാകും. പറയുന്ന കേൾക്കാനൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ പ്രാക്ടിക്കലായിട്ട് ഇതൊക്കെ നടക്കൂ? നടക്കാത്ത കാര്യങ്ങൾ ഞാൻ ഒരിക്കലും പറയാറില്ല. നമസ്കാരം സർ. നമസ്കാരം നിഹാരിക, യങ് ആൻഡ് ഡൈനാമിക് ജേർണലിസ്റ്റ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. എന്താ അത് കുട്ടി? പെൻ ക്യാമറയാണ് സർ. അത് ഓണായിരുന്നോ? അതെ സർ, ഓഫ് ചെയ്യാൻ മറന്നു. നമസ്കാരം ഭായ്. വാതില് കുറ്റിയിട്ടൂടെ? അത് പിന്നെ എന്താ മന്നാറിലായതോ ബിൽഡറെ തട്ടിയെന്ന് കേട്ടു. അത് ചെറിയ സെറ്റിൽമെന്റ് ആയിരുന്നു. ഇടക്ക് പോലീസിന് ഇങ്ങനെ പണി കൊടുക്കാതരാ, അത് ഞങ്ങൾക്ക് പ്രശ്നം. ഇതുവഴി പോവാൻ ഭായ്. എടാ ഭാസ്കര, ഇപ്രാവശ്യം ആരാ? പെണ്ണാണോ? എന്താ പെണ്ണുങ്ങളാണെങ്കിൽ തട്ടൂലേ? അതല്ല ഭായ്, ആണുങ്ങളാണെങ്കിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ പെണ്ണുങ്ങളാണെങ്കിലോ അലറി വിളിച്ച് ആകെ കുഴപ്പാക്കും. പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ട്, തട്ടിക്കളയും. എവിടെ പോയാലും പ്രശ്നമാണെന്ന് ചാനലിലേക്ക് വരാൻ പറഞ്ഞു. ചാനലിലെത്തിയപ്പോ അതാ കീറി പണിയാക്കി. അതാരെങ്കിലും കണ്ടെങ്കിൽ രാജ്യസഭയിലേക്ക് പോവില്ല, ജയിലിലേക്കായിരിക്കും പോകുക. ഞാനുള്ളപ്പോ ഒരു കുഴപ്പം വരില്ലടോ. നമ്മൾ സംസാരിച്ചതിൽ റെക്കോർഡായിട്ടുണ്ടെന്ന് അവൾക്ക് തന്നെ അറിയില്ല. അവൾ അറിയുന്നതിന് മുമ്പ് അത് നമ്മുടെ കയ്യിൽ വരില്ലേ? അതെങ്ങനെയാ സാധിക്കുക? അത് അവള് നമുക്ക് കൊണ്ടുവന്ന് തരുമോ? അമ്മാവ എന്താടാ പോയിട്ട്? എല്ലാം റെഡിയാണ്. പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ട്, തട്ടിക്കളയും. എന്താടാ മർഡറാണോ? അവളൊന്നും സ്കൂളിൽ പോകുന്ന പെണ്ണല്ല അമ്മാവ. അവള് കാര്യം ഡൽഹിയിൽ വരെ എത്തിക്കും. വേറെ വഴിയൊന്നും കാണുന്നില്ല അമ്മാവ. യെസ്. എടേ, ഇങ്ങനെ ടിപ് ടോപ്പ് ആയിട്ട് ഡ്രസ് ചെയ്തിട്ട് രാത്രി എങ്ങോട്ടാടി പോകുന്നേ? ഡ്യൂട്ടിക്കാ. അർദ്ധരാത്രിയിൽ പെൺകുട്ടികൾ പുറത്തു പോകാൻ ഞാൻ പെർമിഷൻ തന്നിട്ടില്ല. ഞാനിന്ന് പഴയ കാലത്ത് ജോലി ചെയ്യുന്ന ടീച്ചറൊന്നും അല്ല, 24 hours ജോലി ചെയ്യുന്ന ജേർണലിസ്റ്റാണ്. എന്താണെങ്കിലും ശരി, പെണ്ണുങ്ങൾ രാത്രി പുറത്തു പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ജോലിക്ക് പോകുന്നെന്നും പറഞ്ഞ് നിന്റെ ഇഷ്ടപ്രകാരം ചുറ്റിയടിച്ച എന്റെ പ്രസ്റ്റേജ് എന്താ? നിങ്ങളുടെ അഭിമാനം പോകുന്ന രീതിയിലുള്ള ജോലിയല്ല ഞാൻ ചെയ്യുന്നത്. നിർത്ത്. പെൺകുട്ടികളുണ്ടായ എല്ലാ തന്തമാർക്കും രാത്രിയിൽ ഉറക്കമില്ല. രാത്രി മുഴുവനും വാച്ചിലും വരുന്നു വാതിലുമാണ് കണ്ണ്. കൊന്നുകളി നിന്നെ ഞാൻ കേറിപ്പൊടി. കണ്ടില്ലടി, ഞാൻ ചീത്ത പറഞ്ഞപ്പം മൈൻഡ പൂച്ച വല്ല അകത്തോട്ട് പോയത്. ആഹാരം എടുത്തു വെക്കട്ടെ? സാധനം ഇനി കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പേ ആഹാരവും. നീ ഇത് എങ്ങോട്ടാടി? ഫുൾ സെറ്റപ്പില്. ഞാൻ പറയുന്ന കേട്ട് നന്നായെന്നല്ലേ വിചാരിച്ചേ? ഞാൻ അകത്തേക്ക് പോയത് ബാഗ് എടുക്കാനാ. എടീ, ബ്രാൻഡിയില് സോഡ ഒഴിച്ചതുപോലെ തെളിച്ചു പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? അവൾ എന്ത് തെറ്റാ ചെയ്തത്? അവളൊരു തെറ്റും ചെയ്തിട്ടില്ലേടി, നമ്മളാ ചെയ്തത്. ഇവളെ ഉണ്ടാക്കിയല്ലേ, അതാണ് ആദ്യത്തെ തെറ്റ്. അവളെ ജോലിക്ക് പറഞ്ഞു വിട്ടത് നമ്മൾ ചെയ്ത രണ്ടാമത്തെ തെറ്റ്. ഇങ്ങനെ റോഡ് മുഴുവൻ അലിഞ്ഞ് നടക്കാൻ വിട്ടില്ല, അത് മൂന്നാമത്തെ തെറ്റ്. എല്ലാം തെറ്റ് തന്നെ. ഞാൻ എന്തെയ്യണമെന്ന് പറയുന്നത്? നീ തീരുമാനിക്ക്. നിനക്ക് വേണ്ടി ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്ത് VRS മേടിച്ചു.
ആ പണം ബാങ്ക് കൊണ്ടിട്ടിട്ട് ഒരു നല്ല അച്ഛനായി ഇതാ ഞാനിവിടെ ഇരിക്കുക. നിന്നെ ആർക്കെങ്കിലും വിവാഹം കഴിച്ചു കൊടുത്തിട്ട് ഈ ടെൻഷൻ എടുത്ത് അവന്റെ തലയിൽ ഞാൻ വെക്കും. അതുവരെ മിണ്ടാതെ നീ വീട്ടിനകത്ത് തന്നെ കിടന്നോണം. അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കുന്നത്. എന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് അച്ഛന് യാതൊരു അവകാശവും ഇല്ല. എന്താണ് ഞാൻ മര്യാദക്ക് ബാഗ് താഴെയിട്ട് അകത്തോട്ട് പോയി. അച്ഛന്റെ വാക്കേട്ട് പേടിക്കാനുള്ള കാലൊക്കെ കഴിഞ്ഞു. എന്താണ് ഹീറോയിനെ പോലെ സംസാരിക്കുന്നത്? സ്വന്തം തന്തയ്ക്ക് മര്യാദ കൊടുത്ത് അകത്തോട്ട് പോ. മര്യാദ തരുന്ന രീതിയിലാണ് അച്ഛൻ പ്രവർത്തിക്കുന്നത്. ഒരു കുടിയന്റെ വാക്ക് ഞാൻ കേൾക്കില്ല. കുടിച്ചതിന് ശേഷം അച്ഛൻ മനുഷ്യനല്ല ഒരു മൃഗമായ മാറുന്നത്. എന്താടി പറഞ്ഞ? Pani saga sani sani pani mapa maga sa sapa maga 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 നടരാജ പൂജ ചെയ്തു അഭിനയ നാട്യമാടിടും രാജ്ഞിനിയേ. നടരാജ പൂജ ചെയ്തേ അഭിനയ നാട്യമാടിടും രാജ്ഞിനിയേ. മതവിദ്വേഷവും പ്രതികാര ചിന്തയും കലാപങ്ങളും ഈ യുഗ മനുഷ്യനിൻ ജീവിത പ്രയാണം. നടരാജ പൂജ ചെയ്തേ അഭിനയ നാട്യമാടിടും രാജ്ഞിനിയേ. ജനന മരണമിവ നടുവിലിടയിലൊരു കണമും ക്ഷണമും. എന്ത് നടനം, എന്ത് ജതിനയമും, എന്ത് മുദ്ര, എന്ത് രസങ്ങൾ, എന്ത് ഭാവസംസാര കടലിൽ ഒരു ജീവൻ കാണും. നടരാജ പൂജ ചെയ്തേ അഭിനയ നാട്യമാടിടും രാജ്ഞിനിയേ. മാതൃപൂജയുടൻ ദൈവം നയിക്കും ജീവൻ ഇതിന്നു വഴി കാട്ടിയായി. ബാല്യകാലമൊരു സുഖം, ബാല്യകാലം മുതൽ വാർദ്ധക്യം വരെ എന്ത് ദുഃഖങ്ങൾ, എന്ത് ദുരിതങ്ങൾ, എന്ത് കഷ്ടങ്ങൾ, എന്ത് നഷ്ടങ്ങൾ. വേദനയുടെ തീജ്വാലയായി വളർന്ന് താക്കിട്ട നരജീവിതം ശാപമാകിടും എൻ ദേവനെ. അലകടൽ പോലെ തീജ്വാല കൊണ്ട്, അലകടൽ പോലെ തീജ്വാല കൊണ്ട് കത്തി നശിക്കുന്നു ഈ മനുഷ്യ ജീവിത പ്രയാണം. നടരാജ പൂജ ചെയ്തേ അഭിനയ നാട്യമാടിടും രാജ്ഞിനിയേ. ആദി അന്തമില്ല മനുഷ്യ ജീവിതം, ശിവനും ശക്തിയാടും താണ്ഡവം പോലെ. ആദിശങ്കരനും ശാന്തി നയനനും സർവജീവനും സർവലോകവും ഓരോ ക്ഷണവും ആനന്ദം നൽകി രക്ഷിക്കൂ. നിന്നെ പൂജിക്കാൻ അനുഗ്രഹിക്കൂ. നടരാജ പൂജ ചെയ്തേ അഭിനയ നാട്യമാടിടും രാജ്ഞിനിയേ. പ്രയാണങ്ങളിൽ പാദങ്ങൾ നോവും പോകും സമയം ശോകങ്ങൾ നീങ്ങും. പ്രയാണങ്ങളിൽ പാദങ്ങൾ നോവും പോകും സമയം ശോകങ്ങൾ നീങ്ങും. വെളിച്ചം തെളിക്കും നിൻ പാതയെ പുലിവേഗം പോലെ നിൻ ചുവടുകൾ. ഒരു ന്യായവും അന്യായവും കൂടി മലർ സുഗന്ധം പോലെ അത് പരക്കും. വിജയം നിശ്ചയം ഇനി നിനക്ക് മുന്നിൽ
പറന്ന് പറന്ന് അലകടല് പോലെ തീജ്വാല കൊണ്ട് അലകടല് പോലെ തീജ്വാല കൊണ്ട് കത്തി നശിക്കുന്നു ഈ മനുഷ്യ ജീവിത പ്രയാണം. നടരാജ പൂജ ചെയ്തേ അഭിനയ നാട്യമാണിടും രാജ്ഞിനിയേ. അടുത്ത 2 ദിവസത്തിൽ നിന്റെ പെണ്ണ് തിരിച്ചു വന്നില്ലെങ്കില് പിന്നെ പൊട്ടാൻ പോകുന്നത് നിന്റെ തലയാ. ഈ നോക്കടോ, ഈ മാസം തന്നെ എനിക്ക് വീടിന്റെ പണി നോക്കാനുള്ളതാ. ഇങ്ങനെയുള്ളവരുണ്ടോ അവിടെ? വാ വാ. എന്താണോ ഒരുത്തരം കിട്ടുന്നില്ലല്ലോ. ഒന്ന് നിർത്തണ്ട സാറേ. വല്ലവൻ ഊതിയ സ്ഥലത്ത് ഞാൻ ഊതില്ല, ഞാൻ കുടിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും റൂൾസ് വളയ്ക്കാൻ പറ്റില്ല. 30 years എക്സ്പീരിയൻസ് എനിക്ക്. 30 വർഷമായിട്ട് ഡ്രസ് ഇട്ടുകൊണ്ടിരിക്കുക. എന്താ വേറെ ഡ്രസ്സില്ലേ? തമാശ ഒന്നും വേണ്ട. ഊതുന്നോ ഇല്ലയോ? ഞാൻ ഊതുന്നില്ല. എന്ത് ചെയ്യും? അറസ്റ്റല്ലേ ചെയ്യുള്ളൂ. ശരി ചെയ്യ്. കൈക്കൂലി വേണേ പറഞ്ഞാൽ മതി, തരാന്നേ. ഇനി വേണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തു. ഞാൻ നിന്ന് തരാൻ പോരെ? റൂൾസ് ഒക്കെ സംസാരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആളാണോ? എന്താ എത്ര ഡിസ്കഷൻ? 12 മണിക്കുള്ളിൽ എനിക്ക് 6 ബിയർ കുടിക്കാനുള്ളതാ. നടന്നു പോയി കുടിച്ചാ പോരെ? കുടിക്കാലോ. മുറുക്കാങ്കട ഉള്ള പോലെ ബിവറേജ് ഓപ്പൺ ചെയ്യും. എപ്പോ വേണമെങ്കിലും കുടിക്കാം, എവിടെ വേണമെങ്കിലും കിടക്കാം. ഞങ്ങള് കുടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് കാറും ബൈക്കൊക്കെ ഓടിച്ചു വരും, നിങ്ങൾ പിടിക്കാൻ വേണ്ടി നിൽക്കും. ഇത് എന്തൊരു കഷ്ടാ. നീ എന്താ ലോയർ ആണെങ്കിൽ എന്താ മദ്യപിച്ചൂടെ? നോക്ക് അങ്ങോട്ട് നോക്ക് സാറേ, എന്നെ പോലെ എത്ര പേരാ സഫർ ചെയ്യുന്നറിയോ? ഇതിൽ കോൾ സെന്ററിൽ ജോലി ചെയ്യുന്നവരുണ്ട്, വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, അടിമേടിക്കുന്നവരുണ്ട്, പെണ്ണുങ്ങളെ ലൈൻ അടിച്ച് നടക്കുന്നവരുണ്ട്. ഇതുപോലും അറിയാതെയാണ് സാറേ. ആരാ സാറിന് ജോലി തന്നെ? സാറേ റോഡിൽ വെച്ച് വേണ്ട, സ്റ്റേഷനിൽ കൊണ്ടുപോയി ഉരുട്ടിയെടുക്കാം. അവിടെ ബീർ കിട്ടുമോ? കിട്ടും. ആദ്യം ബൈക്ക് സൈഡിൽ നിർത്തും. ആ ബൈക്ക് എന്റേതാണ്. ലിഫ്റ്റ് ചോദിച്ച് എന്നെ പുറകിൽ ഇരുത്തി കൊണ്ടുവന്നിരിക്കാം. ഇവന്റെ ക്യാരക്ടർ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. സാറ് വണ്ടി റെഡിയാക്കാം, സ്റ്റേഷനിലേക്ക് പോകാം. എന്താടാ സദ്യക്ക് വിളിച്ച പോലെ പോകുന്നു? എനിക്ക് അധികം നേരം വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. ഇവൻ ആരായിരിക്കും? എന്താ സാർ ഒരു വൃത്തിമനൊന്നും ഇല്ലാത്ത? പോലീസ് സ്റ്റേഷനായ കുറച്ച് നീറ്റൊക്കെ ആയിരിക്കണ്ടേ? കണ്ട ഒരു വൃത്തിമനല്ലേ ഇവനൊക്കെ. ഇരിക്ക്. എഴുതിക്കോ. നിന്റെ പേര്? ബാബു. ബാബു എന്ന് വെച്ചാ ശരത് ബാബു, ആനന്ദ് ബാബു, ജഗപതി ബാബു? സിനിമക്കാരുടെ പേര് മാത്രമേ പറയൂ, എന്റെ പേര് പറയില്ലേ? അങ്ങനെയൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ മുഴുവൻ പേര് പറയൂ. സൗകര്യമില്ല. സാരില്ല, അഡ്രസ് എങ്കിലും പറയൂ. പറയാൻ പറ്റില്ല. ശരി, ഏരിയ ഏതാണെന്ന്? അതും പറയാൻ സൗകര്യമില്ല. നിങ്ങളുടെ പരിചയക്കാരെങ്കിലും? എന്റെ പരിചയക്കാരെ കുറിച്ച് അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? തെറ്റ് ചെയ്തല്ലോ, ഒരു ആക്ഷൻ എടുക്ക്. സാറേ എനിക്ക് മനസ്സിലായി, തീർച്ചയായിട്ടും വിജിലൻസിന് വന്നതായിരിക്കണം. വന്നപ്പോഴേ ശ്രദ്ധിക്കുക, എന്നെ കുറിച്ചാണല്ലോ നിങ്ങളുടെ രണ്ടുപേരുടെ അടക്കം പറച്ചില്. ഞാൻ ഇത്രയും സംസാരിച്ചിട്ട് എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എന്താ കോമാളി എന്ന് വിചാരിച്ചോ? അതല്ല, നിങ്ങൾ ആരാണെന്നൊന്നും അറിഞ്ഞാൽ. ഇപ്പൊ മനസ്സിലായി. പരിചയക്കാരനാണെങ്കിൽ വെറുതെ വിടും, അല്ലാത്തന്നെ ലോക്കപ്പിലിടും അല്ലേ? അങ്ങനെയൊന്നുമില്ല സാർ, നിങ്ങൾക്ക് പോവാം. എന്താ നീ വരാൻ പറഞ്ഞ വരണം, പോകാൻ പറഞ്ഞ പോകണം. ഞാൻ തെറ്റുകാരനാ, പിടിച്ചകത്തിട്. നിങ്ങളുടെ ഡ്യൂട്ടി ഞാൻ പറഞ്ഞു തരണം. തന്നെ ആരോടോ പോലീസാക്കിയത്? വെറുതെ എന്റെ സമയം കളയാൻ വേണ്ടി. 6 ബീരടിക്കേണ്ട സമയം കഴിഞ്ഞു. അതിപ്പോ പോയി കുടിച്ചൂടെ സാർ? ഇപ്പൊ ബീരടിക്കാൻ ബാറില്ല, എവിടെ പോയി കുടിക്കും? സാരല്ല, ഞാൻ വാങ്ങിക്കൊണ്ടുവരാൻ പറയാലോ. ശരി തന്നെയാ പറഞ്ഞു, പോയി വാങ്ങിട്ട് വാ. പോയി മേടിച്ചിട്ട് വാ. ഈ പരിപാടി കൊള്ളോട്ടോ, കണ്ടോട്ട് അടിക്കാനോ. ബീറ് ചോദിച്ചിട്ട് ഇതാണ് വാങ്ങിക്കൊണ്ട് വന്നേ? സാറേ ഇതേ കിട്ടിയുള്ളൂ സാർ. അത് പോലും അറിയില്ലല്ലേ. പോലീസിനെ പോലും ഒരു ബഹുമാനമല്ലല്ലോ. ബാഗ് എടുത്തു, തൊപ്പിയും വെച്ചു. എന്നാ ശരി, ഇപ്പോഴെങ്കിലും നിങ്ങൾ ആരാണെന്നൊന്ന്. VIP. VIP യോ? ഞാൻ മറന്നുപോയിരുന്നു, ഓർമ്മപ്പെടുത്തിയവൻ. എനിക്കും പോയിട്ട് ഒരു 6 ബിയർ മേടിച്ചോണ്ട് വാ. ഏയ് ഇവളതല്ല. ശരി വിട്.
ഹേ ഇങ്ങോട്ട് വാ. എത്രയാ? നിങ്ങളുടെ സന്തോഷമാണ് എന്റെ പ്രതിഫലം. നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. കറി കയറ്. ബൈഡാ. Any soft drink? Soft drink? Hey babe. കാണാൻ നല്ല സ്റ്റൈലാണല്ലോ. സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണോ കുടിക്കുന്നത്? Why don't you take something hot? No thanks. Okay, let's dance. All right, it's your wish. ഹായ് ഡാർലിംഗ്. Hi dear, how are you? എത്ര അടിച്ചിട്ട് എന്താടാ തലക്ക് കയറാത്തെ? You want something hot? Yeah. Let's go, baby. Come on. നമസ്കാരം സാറേ. എന്താടോ വെയിറ്റ് കുറവാണല്ലോ? സീസൺ അല്ലല്ലോ സാറേ. കുടിയന്മാർക്ക് എന്താടോ സീസൺ? അടുത്ത മാസം റേറ്റ് കൂട്ടിക്കോ, ഇല്ലെങ്കിൽ കടയടച്ച് താക്കോലിട്ട് പൂട്ടും. ഏയ് എന്താ വേണ്ടേ? ഈ പബ്ബിൽ ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ. ലുക്കിംഗ് ഫോർ someone? Hey, stop you bitch. Shit. आज फिर जीने की तमन्ना है, आज फिर मरने का इरादा है। ഏയ്, വണ്ടി വരുന്ന കണ്ടില്ലേ? വണ്ടി ഓട്ടാ. അത് മേത്ത് ചെളി തെറിച്ചു. കഴുകാൻ കുറച്ച് വെള്ളം തരും. അനിയത്തിക്ക് കുറച്ച് വെള്ളം കൊടു. ചേച്ചി. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ ചേച്ചി. രണ്ട് ഗോൾഡ് ഫ്ലേക്ക് സിഗരറ്റ് തരൂ. അതെ, കേസാണോ? എല്ലാം മഫ്റ്റിയിലുള്ള പോലീസാ. മോനെ,
ഈ ചായ ചേച്ചിക്ക് കൊടുക്ക്. വേഗം കൊടു. ദാ ചേച്ചി വാങ്ങിച്ചോളൂ. ഓ താങ്ക്സ്. അതൊക്കെ ചട്ടമ്പികളാ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. ദിവസവും നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? കുഴപ്പമില്ല മോളെ, പക്ഷെ കുറച്ചു നേരം കൊണ്ട് പോലീസുകാർ വരും, അവർക്ക് പടി കൊടുക്കണം. പിന്നെ മുനിസിപ്പാലിറ്റിക്കാര്, പിന്നെ റൗഡികള്, എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ 200 രൂപ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എന്റെ കുടുംബം പോറ്റുന്നത്, ഇതാ ഇവനെ പഠിപ്പിക്കുന്നതും. ചില്ലറ തരാം മോളെ. അത് വേണ്ട ചേട്ടാ, അവനും കൊടുത്തേക്ക്, ഞാൻ പോട്ടെ. താങ്ക് യു. ഷോപ്പ് അടച്ചു. ദാ വരുന്നു മുത്തേ. അതെ, ഷോപ്പ് അടച്ചു കേട്ടോ. ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അകത്തോട്ട് വന്നത്? ഓഹോ, അങ്ങനെയാണോ? അങ്ങനെയല്ല, ദേ ഇങ്ങനെയാ കേറി വന്നേ. പഞ്ച് ഡയലോഗ് ആണോ? പഞ്ച് ഡയലോഗ് ഒക്കെ പറയാൻ ഞാൻ ഹീറോ അല്ല കേട്ടോ. ഇത് നോക്കൂ, ഷോപ്പ് ക്ലോസ് ചെയ്തു വെച്ചാൽ സെയിൽസ് ക്ലോസ് ചെയ്തു ആണ് അർത്ഥം. ഒരു 4000-5000 വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഓപ്പൺ ചെയ്യേണ്ടി വരും. ഓപ്പൺ ചെയ്ത പ്രോഫിറ്റ് ഞങ്ങൾക്ക് വരില്ല, പോലീസിനാണ് പോവാ. താങ്കൾ ഇവിടുത്തെ മാനേജറാണോ? എന്തേ, മാനേജർ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല? സാധാരണ പകലൊക്കെ ജോലി നോക്കിക്കഴിഞ്ഞാൽ വല്ലാത്ത ക്ഷീണം ഉണ്ടാകണമല്ലോ. പക്ഷെ നിങ്ങൾ നല്ല ഫ്രഷ് ആണല്ലോ. പിന്നെ നിങ്ങളുടെ ഈ ഹെയർ സ്റ്റൈൽ നന്നായിട്ടുണ്ട് കേട്ടോ. എടാ ചെക്ക, മാഡത്തിന് എന്താ വേണ്ടത് വെച്ച് കൊടുക്ക്. മാഡം ആ സെക്ഷനിൽ പോയി നോക്കിക്കോളൂ. 1 മണിക്കൂർ കൊണ്ട് ജോലി തീർത്തേക്കണം. പെട്ടെന്ന് ചെയ്താൽ വല്ലതും തരാം. നീ എന്താ ഓണർ പോലെ സംസാരിക്കുന്നത്? 1000 തരാൻ പറ്റില്ല, 500 വേണമെങ്കിൽ സാർ. സൂപ്പർ ആയിട്ടുണ്ട്, ഹെയർ സ്റ്റൈൽ സോപ്പ് ഇട്ടോ, പക്ഷെ പതപ്പിക്കരുത്. ആ പെണ്ണ് പറഞ്ഞപ്പോ സുഖിച്ചല്ലേ? പെണ്ണ് വേറെ, നീ വേറെ. ഈ സ്ഥലം വന്ന് വൃത്തിയാക്ക്. നീ ചെയ്തു തീർക്കുമ്പോഴേക്കും ബാറടയ്ക്കും. എടോ, തനിക്കെന്താ ബുദ്ധിയില്ലേ? എന്താ ഫാൻ ഇങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് തിരിപ്പിക്ക്, അങ്ങോട്ട് തിരിക്ക്. എന്റെ വിഗ്, എന്റെ വിഗ്. ആ ഫാൻ ഓഫ് ചെയ്യണോ? ഒരു കാര്യം, എന്റെ വിഗ്, എന്റെ പൊന്നു മുത്തേ. രക്ഷപ്പെട്ടു. പോലുള്ള ആൾക്കാരെ ജോലിക്ക് വെച്ചെങ്കിലേ ഇയാളുടെ വിഗ് പോലെ കടയിലുള്ള കസ്റ്റമേഴ്സ് പറന്നു പോകും. അയ്യേ, ഇവന്റെ വർക്കറൊന്നും അല്ല. 2 ബിയർ ബോട്ടിൽ വേണമെന്ന് പറഞ്ഞിട്ട് തല്ലുവിടുക. ബിയറും തരാൻ പറ്റില്ല, പോടാ അവിടുന്ന്. മദ്യപാനിയുടെ ശാപം മേടിച്ച് തല വെക്കണ്ട. പിന്നെ ഈ തല പോടാ അവിടുന്ന്. ഒരുപാട് കണ്ടാൽ നിങ്ങളുടെ തല കണ്ടറിയാം. ആദ്യം ഇവിടുന്ന് പോടാ. ശരി, ഇതാ പണം. എനിവേ, നിങ്ങളുടെ വിഗ് കൊള്ളാട്ടോ, പക്ഷേ അത് ശരിക്കും വെക്കാൻ പഠിക്കണം. നിക്ക്. എന്താ? കടക്കാരൻ എനിക്ക് തരണ്ടേ, നീയല്ലേ കുളവാക്കിയ? അതെങ്കിൽ തന്നേക്ക്. ഹലോ, എന്തിനാ ഞാൻ തരേണ്ടത്? കുറച്ചു നേരം മുമ്പ് വിഗ് പറഞ്ഞുള്ളൂ. ഇനി എന്താ വർക്കാൻ പോകുന്നെന്ന് പറയണോ? ഞാനൊരു ജേർണലിസ്റ്റാ, പോലീസിനെ വിളിക്കും കേട്ടോ. ആദ്യം എനിക്ക് തരാനുള്ള പൈസ താ, പിന്നെ നീ പോലീസിനെ കൊണ്ട് ആരെന്നിട്ട് വിളിക്കും. ഇവളാള് കൊള്ളാലോ. ഇല്ലടാ മുത്ത, കരയില്ലടാ, കരയില്ലടാ ചക്കരെ, നല്ല മോനല്ലടാ. കരയല്ലേ, പോട്ടടാ, കരയില്ലേ. കരയരുത് മോനെ, കരയരുത്. നോക്ക്, അങ്ങോട്ട് നോക്കി. എന്തിനാ കുട്ടി കരയുന്നേ? എന്താന്നറിയില്ല, കുട്ടി കരഞ്ഞോണ്ടേ ഇരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് തരൂ. വാ 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 വാ. കരയല്ലട മോനെ, എന്തിനടാ കരയുന്നേ? ശാന്തമായുറങ്ങുന്നു നാട്, നീയും ഒന്നുറങ്ങുവാൻ നോക്ക്. ശാന്തമായുറങ്ങുന്നു നാട്, നീയും ഒന്നുറങ്ങുവാൻ നോക്ക്. കാറ്റ് വന്നു വീശുന്ന ഈ നേരം കണ്ണുറങ്ങ് കണ്ണായ കണ്ണ.
ശാന്തമായുറങ്ങുന്നു നാട്, നീയും ഒന്നുറങ്ങുവാൻ നോക്ക്. കാറ്റ് വന്ന് വീശുന്ന ഈ നേരം കണ്ണുറങ്ങ് കണ്ണായ കണ്ണാ. ശാന്തമായുറങ്ങുന്നു നാട്, നീയും ഒന്നുറങ്ങുവാൻ നോക്ക്. അനാഥ കുഞ്ഞുങ്ങൾ പട്ടിണിയാൽ മയങ്ങിക്കിടക്കും. വിശപ്പും ദാഹവുമായി തീർക്കുവാൻ ഇന്നൊരു വഴിയുമില്ല. ബാറില് മദ്യലഹരിയിൽ കുപ്പി കൊണ്ട് തലയിലടിക്കും. പാവം പയ്യൻ ജോലി ചെയ്യുകയിൽ എന്തൊരു ക്രൂരമിമായ ലോകം. വ്യഭിചാരം പാപത്തൊഴിൽ, വേദനയും സഹജമായി. ഏറ്റെടുത്ത കുഞ്ഞിനു വേണ്ടി എല്ലാം സഹിക്കുന്ന ജീവിതമല്ലോ. ശാന്തമായുറങ്ങുന്നു നാട്, നീയും ഒന്നുറങ്ങുവാൻ നോക്ക്. ശാന്തമായുറങ്ങുന്നു നാട്, നീയും ഒന്നുറങ്ങുവാൻ നോക്ക്. അഴകോടെ മിന്നിത്തിളങ്ങുന്നു, ഓഫീസെല്ലാം ജ്വലിക്കുന്നു. കളക്ടർ വസതിയിലോ നോട്ട് കെട്ട് കുമിഞ്ഞു കൂടുന്നു. ഭരണത്തിലുള്ളവരും കരിഞ്ചന്ത കൊള്ളക്കാരും നാട്ടിലെ കഷ്ടത കണ്ട് ചിരിച്ച് മതിച്ച് തള്ളിക്കളയുന്നു. എപ്പോഴും ജ്വാല ചൈതന്യം നെഞ്ചിൽ എന്നും കത്തിപ്പടരും. എന്നാലേ വെളിച്ചം കാണും, നമ്മുടെ നാടൊരു നാൾ നന്നാവും. ശാന്തമായുറങ്ങുന്നു നാട്, നീയും ഒന്നുറങ്ങുവാൻ നോക്ക്. ശാന്തമായുറങ്ങുന്നു നാട്, നീയും ഒന്നുറങ്ങുവാൻ നോക്ക്. കാറ്റ് വന്ന് വീശുന്ന ഈ നേരം കണ്ണുറങ്ങ് കണ്ണായ കണ്ണാ. ശാന്തമായുറങ്ങുന്നു നാട്, നീയും ഒന്നുറങ്ങുവാൻ നോക്ക്. ശാന്തമായുറങ്ങുന്നു നാട്, നീയും ഒന്നുറങ്ങുവാൻ നോക്ക്. ശാന്തമായുറങ്ങുന്നു നാട്. ഒരു രസമില്ല, ആകെ ഒരു മടുപ്പ് തോന്നി. സോണിയ, ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ, എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നോ? ആരോ ഒരു മാർവാടി ചക്കൻ വന്നു. ചേട്ടാ, സ്ട്രോങ് ആയിട്ട് 8 ചായ ഇട്ടെ. ഇവിടെ എന്തിനാ വന്നത്? ഇത് ഞങ്ങളുടെ ഏരിയ അല്ലേ? എല്ലാ ഏരിയയും ഞങ്ങളുടെ ഏരിയയാണ്. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി പോടി. നമ്മളുള്ളപ്പോ അവരെയൊക്കെ ആരും എന്താടാ നോക്കാം? ഓക്കെ. എത്രയാ? എനിക്കാണെങ്കിൽ 5000 രൂപ 2 ബിയർ എക്സ്ട്രാ. ഇവൾക്കാണെങ്കിൽ 10000 രൂപ. പെണ്ണ് ഫ്രഷ് ആണ്. അയ്യടാ. എന്താ പേര്? ഭവാനി. ശരിക്കുള്ളതാണോ വെറുതെ പറയണോ? നേരത്തെയുള്ള പേരാ. നിങ്ങൾക്ക് വേണോ വേണ്ടയോ? നീ വാ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരുണ്ടാവും. ഞങ്ങൾ എന്ത് പറഞ്ഞാലും നീ ചെയ്യണം. നീ പോ. 2 പേരാണെങ്കിൽ പറ്റില്ല. വേണമെങ്കിൽ വേറൊരു പെണ്ണിനെയും കൂട്ടാം.
ഒരുത്തിയും വിടാൻ പാടില്ല. എല്ലാത്തിനും വണ്ടിയിൽ കയറ്റിക്കൊള്ളണം. എന്താ സാറിത് ഇത്ര ക്രൂരമായി വരച്ചോണ്ടിട്ട് വെറുതെ നോക്കി നിൽക്കുന്നത്? എന്താ നിന്നെ വെറുതെ വിടുന്നു വിചാരിച്ചു? 30 years എക്സ്പീരിയൻസ്. ഇവിടെ ഉള്ളിലേക്ക് കയറ്റ്. ഞാൻ ജേർണലിസ്റ്റ് ആണ് സാർ. ഓ, അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ലോയറും ഡോക്ടറൊക്കെ ആയിരിക്കും. ഇത്രയുള്ളോ അതോ വേറെ കഥകളുണ്ടോ? മര്യാദയ്ക്ക് പോയി വണ്ടിയിൽ കയറി. ഞാൻ പറയുന്ന സത്യമാണ്, ഞാൻ ജേർണലിസ്റ്റ് ആണ്. എന്റെ ഐഡി കാർഡ് വേണേ നോക്കിക്കോളൂ. അയ്യോ, ഡോണ്ട് മിസ്റ്റേക്ക് മീ സർ. അയ്യോ, എന്നെ വിട് സർ. സർ, ഞാൻ അങ്ങനത്തെവളല്ല. ഞാൻ ജേർണലിസ്റ്റ് ആണ് സർ. ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ സത്യമാണ് പറഞ്ഞത്. എന്നെ വിടൂ സാർ. എന്താണ് അത്ര ലേറ്റ് ആയത്? കുറെ ദൂരം ഓടിപ്പോയി സാറേ, പിടിച്ചോണ്ടിരാൻ ലേറ്റ് ആയതാ. ഇല്ല സാർ, ഇയാള് കള്ളം പറയാ. ഇയാൾ ആ ചെടിക്കുള്ളിൽ കൊണ്ടുപോയിട്ട് ഈ വൃത്തികെട്ടവൻ. ഇല്ല സാറേ, വെറുതെ കള്ളം പറയാ. സത്യം എന്താന്ന് പിന്നെ അറിയാം, എയ്ഡ്സ് വന്നതിന് ശേഷം. നിന്റെ തലയിലെഴുത്ത് അവള് കൃത്യമായിട്ട് പറഞ്ഞു കണ്ട. ജീപ്പില് കയറടാ. എല്ലാണത്തിന്റെ അകത്തിട്ട് നല്ല പെട വെച്ച് തരും. അതൊക്കെ നമുക്ക് പിന്നീട് വെക്കാം സാറേ. ആദ്യം ഫാൻ ഇടൂ, വിയർക്കുന്നേ. ഫാനോ AC വേണ്ടേ? അതിട്ടോ ആദ്യം കാശെടുക്ക്. എന്തടി കളക്ഷൻ കുറഞ്ഞു പോയല്ലോ. ഇന്ന് വന്നവൻ നിങ്ങൾ പോലെയാ, അധികാരം ഉണ്ടെങ്കിലും അനുഭവം കുറവാ. എടി ഭയങ്കരി, നീ എനിക്ക് പണി ഉണ്ടാക്കും അല്ലേടി? പോ. നെക്സ്റ്റ്. 30 years എക്സ്പീരിയൻസ്. 30 വർഷമായിട്ട് ഇതേ വേഷത്തിലാണ്. ഇത്ര നാറ്റം തന്നെ. കാശടി സാറേ, എപ്പോഴും ഈ ഡയലോഗ് പറയല്ലേ. അവര് പുതിയ ഉത്തരമൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നീ വായടച്ചിരുന്നോ? നീ എന്താ? കുറച്ചൊന്ന് കുറയ്ക്കും സാറേ. നീ കസ്റ്റമറെ കുറച്ചാ ഞാൻ കാശ് കുറയ്ക്കാം. അയ്യടാ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിട്ടാ ഞങ്ങളുടെ ശരീരം വിൽക്കുന്നത്. സർക്കാർ ജോലിയിൽ നിന്ന് മാസം എണ്ണി വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ തന്നെ വേണോ സാർ ഇതൊക്കെ? അല്ല, ഞങ്ങൾക്ക് എന്ത് വ്യത്യാസം? വ്യത്യാസം കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കണോ? ഒറ്റ ഈശകൾ തന്നാണല്ലോ. ഞാൻ എത്ര ലത്തി കണ്ടിട്ടുണ്ട്. കയ്യിലാണോ കീശയിലാണോ വെച്ചിരിക്കുന്നത്? വെടി. എന്താ കരഞ്ഞോണ്ടിരിക്കുന്നേ? എന്റെ അച്ഛന് സുഖമില്ല. എന്തിനാ ഇവരുടെ കൂടെ വന്നേ? ആശുപത്രിയില്. എന്റെ അച്ഛന് സുഖമില്ല. ഇവരുടെ കൂടെ പോയാല് പണം കിട്ടുമെന്ന് എന്റെ അമ്മ പറഞ്ഞിട്ട്. കളക്ഷൻ എടുക്ക്. എന്താ സാർ ഇത്? റോട്ടിൽ പോകുന്ന എല്ലാവരും സാർ തെറ്റിദ്ധരിക്കും. നിന്നെ പോലെ കൊറേ എണ്ണത്തിനെ കണ്ടിട്ടുള്ളതാ. ആദ്യം കാശ് ഇടറി. വിടറോ. ആദ്യം സെക്ഷൻ എന്താണ് അവിടെ കാശ് പിടിച്ച? ആരാത്? എന്റെ ദൈവമേ, ഇവൻ എന്തിനാണ് കൂട്ടിട്ട് വന്നേ? വീണ്ടും ബിയർ 30 years എക്സ്പീരിയൻസ്. നിയമപ്രകാരം ഒരു പെണ്ണിന്റെ നൈറ്റില്. ഓ, നീയാണോ? ആദ്യം കണ്ണാടിക്കാരി അകത്തിട്. ഇവ എന്താടാ ചെയ്തേ? സാറേ, തുണിക്കടക്കാരനോട് വഴക്കിട്ടോണ്ടിരുന്നു. എല്ലാം പൊളിഞ്ഞില്ലേ? VIP ആണെന്ന് പറഞ്ഞ ശശിയാക്കിയല്ലേ? ഡാ, അവനെ പിടിച്ച അകത്തിട്. സെക്ഷൻ ഏതാന്ന് പറഞ്ഞിട്ട് അകത്തിട്ടാ മതി. അവനെ വേഗം ഒന്ന് എടുത്തോണ്ട് പോടേ. സെക്ഷൻ ഏതാന്നല്ലേ ചോദിച്ചോ? വിട്, ഞാൻ ഡീസന്റ്. എന്നോടാ കളി. ശരി, നീ പറ. ഇപ്പൊ എത്ര തരാൻ പറ്റും? ഞാൻ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എന്താ വിശ്വസിക്കാത്തത്? നീ എന്താ പെണ്ണ് ഇവിടെ നിക്കണേ? ഇവൾക്കും നിനക്കും ഒരു ബന്ധമില്ലല്ലോ. എന്നാ സ്ഥലം വിട്. കാണാൻ നല്ല സ്റ്റൈലായിട്ടില്ലല്ലോ. നീ ഹൈ ക്ലാസ് ആണോടി? ഓ, നീ എനിക്ക് ഡീസൻസി പഠിപ്പിക്കോ? ഞാൻ പഠിപ്പിച്ചു തരാടി ഡീസൻസി. ഏത് സെക്ഷനിലകത്തിട്ടെന്ന് പറയേ? മനുഷ്യാവകാശത്തിൽ പരാതിപ്പെടും. ക്ഷമിക്കടാ, ഇവിടെ ആദ്യം തീർക്കട്ടെ, എന്നിട്ട് നിന്റെ അടുത്ത് വരാം. പോലീസ് സ്റ്റേഷനിൽ റേപ്പ് ചെയ്യരുത്. വായടക്കുന്നില്ലല്ലോ. എന്റെ മൂട് കളയുന്ന തോന്നുന്നത്. എടോ, ആദ്യം എന്റെ സെക്ഷൻ ഏതാന്ന് പറ. അവനെ വെറുതെ വിട്ട് സംസാരിച്ചോണ്ടിരിക്കും. രണ്ട് തട്ടിട്ട്
ഞാൻ എന്താ ചെയ്യാൻ നോക്കിക്കോ. എവിടേക്ക് അടിയോ അടിക്കില്ലെങ്ങനെ പെട്ടെന്ന് വാ, മാറടയ്ക്കും. ഓട് ഓട്, അങ്ങോട്ട് പോകും. പോലീസ് പോലീസ്. അവരെന്തിനാ വരുന്നത്? എനിക്കറിയില്ല. നീയൊരു സാധാരണക്കാരിയാണെന്നുള്ള എന്റെ കണക്കൂട്ടൽ തെറ്റി. ഒരു ഭാഗത്ത് പോലീസ്, ഒരു ഭാഗത്ത് റൗഡികള്, അതിനിടയിൽ ഞാനും പെട്ടുപോയി. ചേച്ചി, എന്റെ വിധി. അറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല, ക്യാരക്ടറും നല്ലതാണ്. പിന്നെ എന്തിനാ ഈ സൈഡ് ബിസിനസ്? അല്ല, എന്താ ഈ മോശം വർത്താനൊക്കെ പറയുന്നേ? അതിന് ഞാനെന്താ പറഞ്ഞേ? പെൺകുട്ടിയല്ലേ, പാതിരാത്രിയിൽ പോലീസും റൗഡിയൊക്കെ വന്നുകൊണ്ട് ചോദിച്ചതാ. ഇത് നിനക്ക് ആവശ്യമില്ലാത്ത കാര്യം, മനസ്സിലായോ? പക്ഷെ എനിക്ക് അത് വേണം. എന്താണ്? നിനക്ക് വേണ്ടി അടി മേടിച്ച് എന്റെ കിക്കെല്ലാം പോയി. പോയൊരു ക്വാർട്ടർ മേടിച്ചിട്ട് വാ. മനസ്സിലായില്ലേ? നീ തന്നെ ചെല്ല്. അല്ല, ഞാൻ എങ്ങനെ മേടിക്കാനാ? ഞാൻ ഇപ്പൊ തന്നെ അയാൾക്ക് ഒരു 500 രൂപ കൊടുക്കാനുണ്ട്. ഈ 200 രൂപ മുക്കി 300 രൂപ ചോദിക്കും. ഈ കാലത്ത് പെണ്ണുങ്ങൾ ബിവറേജ് പോകുന്ന അത്ര തെറ്റൊന്നുമല്ല. നിന്നെ കാണാ പോലീസുകാരൻ മെച്ചായിരുന്നെന്ന് ഇപ്പൊ തോന്നുന്നേ. എന്റെ ഒരു വിധിയെ വൈൻ ഷോപ്പിൽ പോകേണ്ടി വന്നു. ഒരു ക്വാർട്ടർ തരൂ. ഏതാ ബ്രാൻഡ്? അടിപൊളി കിക്കായിരിക്കുന്ന പോലെ.
ചേഞ്ച് വെച്ചോട്ടോ. എന്നാ പിടിക്ക്. ഛേ, താങ്ക്സ് കണ്ണാടിക്കാരി. ശരി, വാ പോകാം. എങ്ങോട്ട്? വരാനല്ലേ പറഞ്ഞേ. ഓ, ഇത് എന്ത് ശബ്ദമാണ്? അതോ, നിന്നെ കണ്ടപ്പോഴേ ഇവിടുത്തെ പ്രേതങ്ങളൊക്കെ ഓടി ഒളിച്ച ഓ, ശബ്ദം. എന്നെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഇവിടെ സമാധാനത്തിൽ വീശാൻ പറ്റും. നിനക്ക് വെള്ളമടിക്കാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ല. ബോസിനാണെങ്കിൽ പ്രേതം വരെ കമ്പനി തരും. നിന്നെ കണ്ടപ്പോ അതും സ്ഥലം വിട്ടു. ഇനി നീ തന്നെ ശരണം. അല്ല, ഈ സ്ഥലം എങ്ങനെയാ കണ്ടുപിടിച്ചത്? അതൊക്കെ പോട്ടെ, ഇങ്ങോട്ട് നോക്ക്. എറണാകുളം കാണാം. പഴയ കാലത്തിലെ വലിയ ബംഗ്ലാവാ. ഇപ്പൊ കണ്ടില്ലേ കോലം. ആൾതാമസമില്ലാതെ വെറുതെ കിടക്കുക. കുറേയായി ഒന്നിനൊരു സ്വാതന്ത്ര്യമില്ല. വെള്ളമടിക്കാൻ പോലും സമാധാനമില്ലെന്ന് വെച്ചാ. ഹോട്ടലിൽ ചെന്ന ബിസിനസ്സുകാര്, പാർക്കിൽ ചെന്ന പുരാവസ്തുക്കള്, ബീച്ചിൽ പോയാലോ കമിതാക്കൾ. എവിടെ പോയാലും ഈ ജനങ്ങളെ കൊണ്ട് തോറ്റു. അവസാനം ഇതേ കിട്ടിയുള്ളൂ. ചി 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 ചി, എന്തൊരു നാട്. ഇരിക്ക്. ഇതാ എന്റെ റെഗുലർ സീറ്റ്. ഒന്ന് പിടിപ്പിക്കുന്നോ? കണ്ടാൽ മുരടനെ പോലെ ഉണ്ടെങ്കിലും ആള് കുഴപ്പമില്ല. ഞാനോ? എന്താ 6 പെഗടിക്കാൻ എത്ര ബുദ്ധിമുട്ടാണെന്നറിയോ? പിന്നെയാ നല്ലവന്റെ സർട്ടിഫിക്കറ്റ്. നീ ഇങ്ങനെ മദ്യപിക്കുന്നുണ്ടല്ലോ. എന്താ സുഖമാണോ ജീവിതത്തില്? എന്താ മദ്യപിക്കുന്നതിന് അത്ര നിസാരക്കാരനാ? ഞങ്ങളില്ലായിരുന്നെങ്കിലേ സർക്കാരിന്റെ ഗതി അതോ ഗതി. എന്തിനാ ഇങ്ങനെ വെള്ളടിച്ചോണ്ടിരിക്കുന്നത്? വേദന, മനസ്സിന്റെ വേദന. ഇവിടെ വേദന, അവിടെ വേദന, ശരീരം മൊത്തം വേദന. അല്ല, എന്തിനാ കരയുന്നേ? എന്താ? തൃശ്ശൂരിനടുത്തുള്ള ചെറിയൊരു ഗ്രാമം. എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നോ എൻ്റെ അച്ഛൻ എന്നെ പഠിക്കാൻ വിട്ടത്. MA പൊളിറ്റിക്കൽ സയൻസ്. ഇപ്പോൾ ആർട്സ് ഗ്രൂപ്പ് പഠിച്ചവർക്കെല്ലാം ഒരു വിലയില്ലല്ലോ. എവിടെ പോയാലും ഗെറ്റൗട്ടടിക്കും. ജോലിയും ചെയ്യാൻ പറ്റില്ല, വ്യാപാരവും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തെരുവിലിറങ്ങിയത്. എൻ്റെ അച്ഛൻ വളരെ സത്യസന്ധനായിരുന്നു. മഴയില്ലാത്തതുകൊണ്ട് കൃഷിയും നടക്കുന്നില്ല. അതുകൊണ്ട് വാങ്ങിയ പൈസയ്ക്ക് പലിശയും കൊടുക്കാൻ കഴിയാതെ മുതലും കെട്ടാതെ അച്ഛൻ വിഷം കഴിച്ചു മരിച്ചു. എൻ്റെ അനിയത്തിയുടെ പേര് സരസ്വതി. പേരുപോലെ തന്നെയാ, നന്നായിട്ട് പഠിക്കും. നല്ല വീട്ടിലെ കല്യാണം കഴിച്ചു കൊടുത്ത്. പക്ഷേ ശ്രീധനം പോരെന്ന് പറഞ്ഞ് അവളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. ഒരു മിനിറ്റ്. എന്റെ ലൈഫിലൊരു ലവ് സ്റ്റോറി ഉണ്ട്. ഞാൻ ഒരു ഷോപ്പിൽ ജോലി ചെയ്തിരുന്നു. ഞാനാണ് ഷോപ്പ് ഓണർ എന്ന് വിചാരിച്ച് ഒരു പെണ്ണ് എന്നെ ലവ് ചെയ്തു. ജോലിക്കാരനാണെന്ന് മനസ്സിലാക്കിയപ്പോ എന്നെ വേണ്ടെന്ന് ഉപേക്ഷിച്ച് വേറൊരുത്തിനെ വീഴ്ത്തി അവള് സ്ഥലം വിട്ടു. സോ ഉത്തരവാദിത്തമുള്ള മകനുമല്ല, ചേട്ടനുമല്ല, കാമുകനുമല്ല. ഞാൻ ഒന്നുമല്ലാത്തവനായി. അതുകൊണ്ടാ 6 പെക്കടിച്ചോണ്ടിരിക്കുന്നത്. സ്റ്റോറി നന്നായിട്ടുണ്ടല്ലേ? എന്താ എത്ര വലിയ കഥയാ പറഞ്ഞ? ഇതാണോ റിയാക്ഷൻ? ശരി, അതൊക്കെ പോട്ടെ. ആട്ടെ, ആ റൗഡികൾ എതിരാ നിന്റെ പുറകെ കൂടിയത്? എന്തോ അറിയില്ല. അവരെന്റെ പെൻ ക്യാമറ എവിടെയെന്നാ ചോദിക്കുന്നത്. പക്ഷെ അവര് എന്തുകൊണ്ടാണ് അത് ചോദിക്കണേന്നാ എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തത്. അതറിയേണ്ടത് ആവശ്യ. എന്താ ഇത് കാണാൻ വേണ്ടിയാണ് നിന്നെയിട്ട് ഓടിച്ചത്. നിർത്ത്, ബിവറേജ് വരെ ഒന്ന് പോണം. പ്ലീസ്, കുറച്ചേരം ഒന്നും മിണ്ടാതിരുന്നൂടെ? ഇപ്പൊ രാഷ്ട്രീയത്തിൽ നടക്കുന്നത് നമ്പർ ഗെയിമാണ്. ഇപ്പൊ കയ്യിലിരിക്കുന്ന MLA കൂടാതെ കുറച്ചു പേരും കൂടി നമ്മുടെ അടുത്ത് വന്നാൽ. ഇത് മിസ്റ്റർ രാജരത്നാണല്ലോ. നമ്മുടെ കൂടെ എത്ര ആളുകൾ ഉണ്ടായിട്ടും എന്ത് പ്രയോജനാ സാറേ ഉള്ളത്? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ആ CM അധികാരം വെച്ച് എന്തൊക്കെയാ ചെയ്യുന്നത്? അവനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങാൻ എനിക്ക് ഒറ്റ ദിവസം മതിയുള്ളൂ. ഞാൻ ഒരു രാത്രി ഉറങ്ങാണ്ടിരുന്നാ മതി. പിന്നെ അവൻ ജീവിതകാലം മുഴുവനും ഉറങ്ങാത്ത നിലയിലാക്കും ഞാൻ. അടുത്ത ദിവസം സൂര്യ ഉദിക്കുമ്പോ ഞാൻ മുഖ്യമന്ത്രിയാകും. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ നന്നായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് നടക്കോ? നടക്കാത്ത കാര്യങ്ങൾ ഞാൻ ഒരിക്കലും പറയാറില്ല. തലയ്ക്ക് മതഭ്രാന്ത് പിടിച്ച് ജനങ്ങൾ തമ്മിൽ വെട്ടിച്ചാവണം. സിറ്റി മുഴുവനും ചോരപ്പുഴൊഴുകണം. അവൻ നോക്കുന്ന സ്ഥലമെല്ലാം ജനങ്ങളുടെ കൂമ്പാരമായിരിക്കണം.
അപ്പൊ ഞാൻ അധികാരത്തിൽ കയറി മുഖ്യമന്ത്രിയാവും. ഞാൻ ഈ വിചാരിച്ചതുപോലെയൊക്കെ നടന്നാൽ എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും. ഹലോ, എന്നാ പിടിച്ചോ, വാ പോകാം. ഹലോ, ആരാ? ബായ്, പെണ്ണെല്ലാം കണ്ടു ബായ്. എല്ലാം കണ്ടൊന്നു. എന്തടാ പറ്റിയേ? അവളെ കൊല്ലാൻ വേണ്ടി നമ്മൾ ആളയച്ചില്ലേ, അവരവളെ മിസ് ചെയ്തിരിക്കുന്നു. എവിടെ പോയെന്നറിയില്ല, അവള് മൊത്തം കണ്ടു. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഒരു മിനിറ്റ് നിൽക്കും. നരസിംഹ, എന്താ ബായ്? എവിടാ? ആദ്യം പോയി അവളെ കൊല്ല്. ശരി ബായ്. വാടാ. അങ്ങനെയാണെങ്കിൽ രാജരത്നം CM ആകാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അത്രേ ഉള്ളൂ. നിനക്ക് ഇതൊക്കെ ഈസി ആയിട്ടാണല്ലോ തോന്നണേ. അവനൊരു ദുഷ്ടനാ. അവൻ മന്ത്രിയായിട്ടുണ്ടെങ്കിൽ നാട് വെച്ചേക്കത്തില്ല. ഇപ്പൊ നല്ല സ്ഥിതിയിലാണല്ലോ. ഏത് പാർട്ടി വന്നാലും ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. രാഷ്ട്രീയക്കാർ എപ്പോഴും ഇങ്ങനെ. അല്ല, നിനക്ക് പോസിറ്റീവായിട്ട് സംസാരിക്കാനേ അറിയില്ലേ? എല്ലാരും നിന്നെ പോലെയാണെന്ന് ഒരിക്കലും കരുതണ്ട. ജനങ്ങളൊന്നും പ്രാന്തമാരൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പുറത്തടിയുണ്ടാക്കിയും വീട്ടിലടിയുണ്ടാക്കിയും TV സീരിയലൊക്കെ ആയിട്ട് ബിസിയാ. ഇതൊന്നും ആലോചിക്കാൻ സമയമില്ല. ഇതൊക്കെ ആലോചിക്കുന്ന വിധത്തിൽ ചെയ്യണം. ഈ ന്യൂസ് ടെലികാസ്റ്റ് ആയതിനു ശേഷം നോക്കിക്കോ ജനങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും. കാണാം. MD ഉണ്ടോ? ചാമ്പറിലുണ്ടാവും മാഡം. ഓക്കെ, പ്ലീസ് വെയിറ്റ് ചെയ്യൂ, ഞാൻ ഇപ്പോ വരാം. ശരി. എക്സ്ക്യൂസ് മീ സാർ. നിഹാരിക, എന്താ ഈ സമയത്ത്? സാറ് സെൻസേഷണൽ ന്യൂസ് വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതെ, പിന്നീടാണ് എനിക്ക് എന്നെ മനസ്സിലായത് നിന്റെ അടുത്ത് നിന്ന് അധികം എക്സ്പെക്ട് ചെയ്തു. അതൊന്നും നിന്നെ കൊണ്ട് കഴിയില്ല. നീ പോയി അഡ്മിനിൽ ജോലി ചെയ്യും. അല്ല സാർ, സാറിന് ആവശ്യമുള്ള ന്യൂസ് ആയിട്ടാ വന്നേ. എന്ത് ന്യൂസാ? നിന്നോട് ഞാൻ പറഞ്ഞിട്ട് 24 മണിക്കൂർ പോലും ആയില്ലല്ലോ, അപ്പോഴേക്കും ന്യൂസും കൊണ്ട് വന്നോ? അതെ സാർ, പൊളിറ്റിക്കലായ എംപ്ലോയ്മെന്റ്. ഇതാ സാർ. തലയ്ക്ക് മതഭ്രാന്ത് പിടിച്ച് ജനങ്ങൾ തമ്മിൽ വെട്ടിച്ചാവണം. സിറ്റി മുഴുവനും ചോരപ്പുഴൊഴുകണം. അവൻ നോക്കുന്ന സ്ഥലമെല്ലാം ജനങ്ങളുടെ കൂമ്പാരമായി. ഇത് നമ്മുടെ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്തെന്ന് വെച്ചോ, ഓവർനൈറ്റ് കേരളം തന്നെ തിളച്ചു മറിയും. നീ ഒരു കാര്യം ചെയ്യും, ഭരണം കൈയെടുക്കാൻ ആവേശം കൊള്ളുന്ന മന്ത്രി എന്നൊരു തലക്കെട്ടുണ്ടാക്കും. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഓക്കെ സർ. ഹാപ്പി ആയിട്ട് പോയിക്കോ. ആ റിപ്പോർട്ട് നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്തോളൂ. എന്താ ശിവാജി, ഈ പെൻ ക്യാമറയിലുള്ള മാറ്റർ ഒന്ന് വേഗം എഡിറ്റ് ചെയ്യൂ. അധികാരം കൈമുതലാക്കാൻ ദുർവിനിയോഗം ചെയ്യാൻ പോകുന്ന മന്ത്രി. ബ്രേക്കിംഗ് ന്യൂസും റെഡിയാക്കിക്കോ. ഓക്കെ? ഓക്കെ. എന്റെ അച്ഛനും നിന്നെ പോലെ തന്നെയാ. സമൂഹം നന്നാക്കാൻ വേണ്ടി സ്വന്തം ജീവിതം നശിപ്പിച്ചു. അവസാനം എന്താ കിട്ടിയത്? മരിച്ചപ്പോൾ ന്യൂസ് പേപ്പറിൽ ഒരു ചെറിയ കോളം. ഈ ലോകം തന്നെ എങ്ങനെ? ഇതൊന്നും മാറ്റാൻ പറ്റില്ല എന്ന് കരുതി കൈയൊഴിയാൻ പറ്റൂ? എന്തൊക്കെ ഉപദേശം കൊടുത്താലും ജനങ്ങൾ ഈ അഴുക്കുചാലി വീണുപോയി. ഈ അഴുക്കുചാലയിലല്ലേ നമ്മളും ജീവിക്കുന്നത്. ശരി, അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം സംസാരിക്കാം. എന്ത് സംസാരിക്കാനാ? എന്നെ പറ്റി നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? നീ അത്രയ്ക്കൊന്നും മോശക്കാരനല്ല. പിന്നെ നിന്നൊന്ന് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കുക, പിന്നെ ശരിക്കും മനസ്സിലാക്കാലോ. അല്ല, നീ എന്താ ഇങ്ങനെ പറഞ്ഞത്? വേറൊന്നും കൊണ്ടല്ല, നീ എന്റെ ഭാര്യയെ നന്നായിരിക്കും തോന്നി. സത്യം പറഞ്ഞ ആദ്യം തന്നെ നിന്നെ കണ്ടപ്പോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതങ്ങനെ മനസ്സിൽ അടക്കി വെക്കാൻ പറ്റാത്തതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെ പറയൂ എൻ കരള്, എന്നും നീ എൻ തങ്കക്കനിയല്ലേ. എന്റെ മന്നനോ നീ, എന്റെ പ്രിയനോ നീ, നിന്റെ പ്രിയനാണു ഞാൻ. എന്ത് മായമോ എന്ത് മന്ത്രമോ നം ജീവിതം.
അങ്ങനെ പറയൂ എൻ കരളെ, എന്നും നീ എൻ തങ്കക്കനിയല്ലേ. അടഞ്ഞിട്ടില്ല, കാണാ കാഴ്ചകൾ നം ചുറ്റിനും ബന്ധിച്ചുവല്ലോ. കണ്ട നാൾ മുതലിൻ മിഴികൾ അടഞ്ഞിട്ടില്ല, കാണാ കാഴ്ചകൾ നം ചുറ്റിനും ബന്ധിച്ചുവല്ലോ. നീയാണ് എൻ ജീവൻ, ഞാനാണ് നിൻ ശ്വാസം. ഓഹോ, 1000 കോടി സ്വപ്നം കാണും എൻ ഹൃദയം. എന്തിനു പറയും കരളോട് മേനിയങ്ക കാണാൻ ശില്പമായി. ഭൂമിയും കടലും ജീവിതയാത്രയിൽ നാം ഒന്നാ, കുരുവികൾ പോലെ കൂടുകൂട്ടാം നമുക്കായി മാത്രം. ഈ ധരണിയെങ്ങും നക്കാൽകൾ പതിച്ചിടാം, ഈ ധരണിയെങ്ങും കാലുകൾ പതിച്ചിടാം. പിന്നും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ടത് നമുക്കാണല്ലോ. എന്റെ ഹൃദയം എന്നും നിനക്കായി തുറന്നിടാ. വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. പ്രൊമോഷൻ ഗ്യാരണ്ടി. ചിയേഴ്സ്. ഇതെനിക്ക് പ്രമോഷൻ കിട്ടാൻ വേണ്ടി ചെയ്തതല്ല. ഈ ന്യൂസ് കാരണം ആ രാജരത്നം ജയിലിൽ പോയേ പറ്റൂ. ജനങ്ങൾക്ക് നല്ലത് നടക്കണം, അത്രേ ഉള്ളൂ. ഹലോ, ആ അമ്മാമ ചാനൽ എം ടി ആണ്. ഹലോ, എന്താ സാറേ ഡിസ്റ്റർബ് ചെയ്തു? ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഒരു ബ്രേക്കിംഗ് പോയിന്റ് വരും. അതിപ്പോ നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. ഈ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്യാതിരിക്കാൻ എത്ര വേണം? കൊള്ളാവല്ലോ, കാര്യം പെട്ടെന്ന് മനസ്സിലായല്ലേ? ഒരു 100 ആയിക്കോ. ലക്ഷമാണോ? കളിക്കല്ലേ സാറേ, ഈ കാലത്ത് ലക്ഷത്തിനൊക്കെ എന്ത് വിലയാ ഉള്ളത്? നിങ്ങൾ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന ഒരു ചെറിയ സ്കാം പോലും 1000 കോടിക്ക് മേലെയാണുള്ളത്. വേറെ ഒരു വഴിയില്ലേ? എന്തുകൊണ്ടില്ല? തീർച്ചയായിട്ടും ഉണ്ട്. 24 hours ബ്രേക്കിംഗ് ന്യൂസ്, സ്പെഷ്യൽ ബുള്ളറ്റിൻ, സ്പെഷ്യൽ സ്റ്റോറി. പിന്നെ നിങ്ങളുടെ യഥാർത്ഥ മുഖം ജനങ്ങൾ അറിയും. സൂര്യൻ ഉദിക്കുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതം അസ്തമിക്കും. നിർത്തടാ ആ ബ്രേക്കിംഗ് ന്യൂസ്, നിർത്താൻ. ഞാൻ പറയുന്ന എല്ലാരും ശ്രദ്ധിച്ച് കേട്ടോണം.
രണ്ടുപേര് തമ്മിലടിച്ച അതിന് പേര് തല്ലുകൂട്ടം, രണ്ട് പാർട്ടിക്കാര് തമ്മിലടിച്ചാൽ അതിന് പേര് കലാപം. പക്ഷേ രണ്ട് മതങ്ങൾ തമ്മിലാണെങ്കിലോ മരണത്തിന്റെ ശംഖോലി തന്നെ കേൾക്കും. ഇന്ന് രാത്രിക്കുള്ളിൽ ഞാൻ പറയുന്ന പോലെ നടക്കണം. അരമണിക്കൂറിനുള്ളിൽ ഈ സിറ്റിയിലുള്ള എല്ലാ പള്ളികളിലും അമ്പലങ്ങളിലും ചോര പുഴ ഒഴുകണം. അതിനുവേണ്ടി നിങ്ങളുടെ ഏരിയയിലുള്ള എല്ലാവരെയും ഇളക്കി വിട്ടേക്ക്. ഒന്നല്ല 1,00,000 പേര് ചത്താലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. നടക്കാൻ പോകുന്ന കലാപത്തില് ഡൽഹി പാർലമെന്റ് തന്നെ കിടുങ്ങണം. ഞാൻ മുഖ്യമന്ത്രിയാവണം. ഇല്ല സാർ, നല്ലൊരു മുസ്ലിം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നീ ഇതുവരെ കാണാത്ത അത്രയും പണം ഞാൻ നിനക്ക് തരും. ഇല്ല സാറേ, അള്ളാവിന് വേണ്ടി ജീവൻ കൊടുക്കും, പക്ഷെ ഒരു ജീവനും ഞങ്ങൾ എടുക്കില്ല. ഈ ജോലി ഞാൻ ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് സാർ. നിങ്ങളും ഞങ്ങളും വിശ്വസിക്കുന്ന ഒരേ ദൈവത്തിലാണ്. മതങ്ങൾ വേറെ ആണെങ്കിലും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് നശിപ്പിക്കരുത്. ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുവെക്കില്ല. എന്താടാ അത്? ഇവരിപ്പൊ തന്നെ പോയി വേറെ ഏതെങ്കിലും ചാനലിൽ ലൈവ് ഡിസ്കഷൻ ചെയ്താലുണ്ടല്ലോ, ഒടുവിൽ നമുക്ക് ലൈഫ് ഇല്ലാതാകും. ആദ്യം അവർക്ക് ലൈഫ് ഉണ്ടായിട്ട് വേണ്ടേ? അവരൊന്നും TV ചാനലിലേക്ക് പോവില്ല. ഒരുത്തൻ കാശിയിലേക്കും മറ്റൊരുത്തൻ മക്കയിലേക്കും. ഹലോ സാർ, ഞാൻ ഗോപാലാണ് സംസാരിക്കുന്നത്. എന്താ ഗോപാൽ ഈ സമയത്ത് ഫോൺ വിളിച്ചിരിക്കുന്നത്? സാർ, സിറ്റിയിലെ രണ്ട് മതങ്ങൾ തമ്മിൽ കലാപം നടക്കുന്നു. എന്താ ഈ സമയത്ത് കലാപം തുടങ്ങി? ഇതിന്റെ പുറകിൽ ആരുടെയോ കറുത്ത കരങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്നു സാർ. ഇതിനാരാണ് കാരണക്കാരനൊക്കെ പിന്നീട് നോക്കാം. ആദ്യം ആ കലാപം നിർത്തൂ. ഓക്കെ സാർ. ശ്രീലങ്കൻ തമിഴ് വംശജർക്ക് വേണ്ടി പല സ്ഥലങ്ങളിലും പ്രക്ഷോഭം ഉള്ളതായിട്ട് ബ്രേക്കിംഗ് ന്യൂസ് മാറ്റിയിരിക്കുകയാണല്ലോ. എങ്ങനെ സംഭവിച്ചു? ഇതൊക്കെ അത്രേ ഉള്ളൂ. അതാണ് രാഷ്ട്രീയം. അവര് വിചാരിക്കുന്ന പോലെ സംഭവിക്കൂ. നോ, സംതിങ് ഈസ് റോങ്. നമുക്ക് പോയി സോർട്ട് ഔട്ട് ചെയ്യണം. വിദ്യാർത്ഥി സമരം ശക്തമായി നടക്കുന്നു. എല്ലാ വിദ്യാലയങ്ങൾക്കും അവധി കൊടുത്തിരിക്കുന്നു. സാർ എന്താ ചെയ്തത്? ബ്രേക്കിംഗ് ന്യൂസ് എന്താ മാറ്റിയത്? കൂൾ നിഹാരിക, ടെൻഷൻ ആവില്ലേ? നീ തന്ന ന്യൂസ് ടെലികാസ്റ്റ് ചെയ്താൽ എന്താകും? ഒരു ദിവസം TRP കൂടും. പക്ഷെ ടെലികാസ്റ്റ് ചെയ്തില്ലെങ്കിൽ 100 കോടി കിട്ടും. ഇതിലേതാ ബെറ്റർ? അപ്പൊ സാറ് ഈ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ? അതേ നിഹാരിക, വേണമെന്ന് വെച്ചാ ചെയ്തത്. ഇതിൽ നിനക്കെത്ര വേണമെന്ന് പറഞ്ഞോളൂ. നിന്റെ ജീവിതത്തിൽ നീ പ്രതീക്ഷിക്കാത്തത്ര കാശ് തരാം. സന്തോഷമായിട്ട് സെറ്റിൽ ആവാം. സാമ്പത്തിക മോഹത്തിലല്ല ഞാനിത് ചെയ്തത്. ആ മിനിസ്റ്റർ പാവപ്പെട്ട ജനങ്ങളെയൊക്കെ കൊന്ന് മുഖ്യമന്ത്രി ആകണമെന്നാ വിചാരിക്കുന്നത്. സാറിന് കുറച്ചും കൂടി ഉത്തരവാദിത്തം ഇല്ലേ സാർ? ഇവിടെ നോക്ക്, ഞാനൊരു ബിസിനസ്മാനാണ്. എനിക്കറിയുന്നത് ബിസിനസ് ആണ്. അവസരം കിട്ടുമ്പോൾ പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ ഞാനൊരു യൂസ്ലെസ് മാനാണ്. നീ യൂസ്ലെസ് അല്ലടാ, രാഷ്ട്രീയ അഴുക്കിച്ചാൽ ജീവിക്കുന്ന ഓന്താം. ഇവള് ജീവൻ പണയം വെച്ച് ജനങ്ങൾക്ക് വേണ്ടി ഒരു വാർത്ത കൊണ്ടുവന്നപ്പോ വ്യഭിചാരിയെ പോലെ വില വെച്ച് നീ വിറ്റില്ലേ? നീ ആരടാ? ഇവളുടെ ബോയ്ഫ്രണ്ടോ? അർദ്ധരാത്രിയിൽ ബോയ്ഫ്രണ്ടിന്റെ കൂടെ കിടന്നുറങ്ങുന്ന റിപ്പോർട്ടർ എന്ന് ന്യൂസ് വിട്ടാൽ ന്യൂസ് ചാനലിനും 10 ലക്ഷം കിട്ടും. ഞാനൊരു കാര്യം ചെയ്യാം, നിന്നെ ഇവിടെ തന്നെ കൊന്ന് കുഴിച്ചു മൂടാം. തെളിവൊന്നും അവശേഷിക്കാതെ കൊല ചെയ്യപ്പെട്ട ജേണൽ MD നിന്റെ പേപ്പറിൽ തന്നെ ബ്രേക്കിംഗ് ന്യൂസ് വരും. ആരാടാ നീ? സെക്യൂരിറ്റി, സെക്യൂരിറ്റി. സെക്യൂരിറ്റിയാണ് വിളിക്കുന്നത്. വിളിക്കടാ, വിളിക്കടാ നിന്റെ സെക്യൂരിറ്റിയെ. വിളിച്ചോണ്ട് പോടാം. സെക്യൂരിറ്റി രണ്ടിത്തരം കാണിച്ചു തുടങ്ങിക്കോ. ശരി സാർ. അമ്മാവ,
കണ്ടില്ല അമ്മാവ, ഇത് മുഖ്യമന്ത്രി രേഖയാണ്. അടുത്ത മുഖ്യമന്ത്രി അമ്മാവനാണ്. നീ വെറുതെ പറയല്ല. ഇല്ലമ്മാവ, ഈ മതങ്ങളുടെ കലാപം കാരണം നേതാക്കന്മാർ മുഖ്യമന്ത്രി മാറ്റുന്നുള്ളത് ഉറപ്പാണ്. പിന്നെ അമ്മാവനെ മുഖ്യമന്ത്രി സീറ്റിൽ ഇരുത്തുന്നുള്ളത് ഉറപ്പാ. അതാണ് നടക്കാൻ പോകുന്ന അമ്മാവ. നമസ്കാരം നമസ്കാരം നമസ്കാരം. സുഖല്ലേ? നമസ്കാരം മാമ. എന്തൊക്കെയുണ്ട് വിശേഷം? അർദ്ധരാത്രിയിൽ ഉറക്കത്തിന് എണീപ്പിച്ചിട്ട് വേഗം വരാൻ പറഞ്ഞത് എന്താ കാര്യം? എന്താ? നാളെ കാലത്ത് ഇവിടത്തെ മുഖ്യമന്ത്രി മാറാൻ പോവാണ്. നിങ്ങൾ മനസ്സ് വെച്ചാൽ ആ മുഖ്യമന്ത്രി പദവി എനിക്ക് കിട്ടും. നിങ്ങൾക്ക് എത്രയാ വേണ്ടത്? ഓ, ഇതിനാണോ എന്നെ വിളിച്ചത്? ഇപ്പോഴുള്ള മുഖ്യമന്ത്രിയായിട്ടും ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയാ സപ്പോർട്ട് ചെയ്യുന്നത്? ഈ അടുത്താണ് എന്റെ മരുമകന് വേണ്ടിയതാ കാഞ്ഞങ്ങാടിനടുത്ത് 600 ഏക്കർ സ്ഥലമല്ലേ തന്നത്. പുറമ്പോക്ക് സ്ഥലം വളച്ചു കെട്ടുന്നതും അത് പ്ലോട്ടാക്കി വിൽക്കുന്നൊക്കെ പഴയ ഐഡിയ അല്ലടോ. അതിലൊന്നും കിട്ടാൻ പോകുന്നില്ല. ഞാൻ ചീഫ് മിനിസ്റ്റർ ആയാൽ ഒറ്റ ദിവസം കൊണ്ട് 100 അല്ല 1000 കോടിയും സമ്പാദിക്കാം. 1000 കോടിയോ? അതെങ്ങനെ സാധിക്കാ? ശങ്കര പറഞ്ഞോളൂ അമ്മാവ. ഇതാണ് നമ്മുടെ നാട്. ഹരിത കേരളം എന്ന് പറയുന്ന ഈ നാട് വെറുതെയാണോ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് അറിയപ്പെടുന്നത്? സ്ഥലം ചെറുതാണെങ്കിലും ജനസംഖ്യ വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇതില് ഒട്ടനവധി ഗ്രാനൈറ്റ് ക്വാറികളുണ്ട്. എണ്ണാവുന്നതിലധികം അനധികൃതമായി നടത്തുന്ന ഗ്രാനൈറ്റ് ക്വാറികളുണ്ട്. ഇതിൽ നിന്ന് ഒരു വർഷത്തിൽ 10 കോടി ടണ്ണിലധികം ഗ്രാനൈറ്റ് ആണ് ലഭിക്കുന്നത്. അത് മാത്രമല്ല, കൽക്കരി, ബോക്സൈറ്റ്, ലൈംസ്റ്റോൺ എന്നിവയും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ ധാരാളം ആയുർവേദ മൂലികകളും നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് വെച്ച് കേരളത്തിന് 100 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് പോലും ഉണ്ടാക്കാൻ സാധിക്കും. ഇതെന്താ കഥ? നമ്മുടെ നാട്ടില് ഇതിന് മാത്രം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഒരു പൊതുമരാമത്ത് മന്ത്രിയായിട്ട് എനിക്ക് തന്നെ അറിയില്ലല്ലോ. ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ ആർക്കും വിഷമമുണ്ടാവില്ല. ഒന്ന് വായടച്ചിരിക്കണോ? കയ്യിലുള്ളതൊക്കെ ജനങ്ങൾക്ക് കൊടുത്തിട്ട് നമ്മൾ പിച്ചച്ചട്ടി എടുത്തിട്ട് അമ്മ വല്ലതും തരണേ അമ്മ വല്ലതും തരണേന്ന് പിച്ച എടുക്കാൻ പറ്റുമോ? രാഷ്ട്രീയത്തിൽ വരുന്ന തന്നെ കാശ് സമ്പാദിക്കാൻ വേണ്ടിട്ടാടോ. അതെല്ലാം മറന്നുപോയോ? അതേടോ, നമ്മൾ ജനങ്ങളുടെ പുറകെ നടക്കുന്നത് അവരുടെ ദുഃഖം മനസ്സിലാക്കാനൊന്നുമല്ല, നമ്മുടെ ഈ നാട്ടിനെ എങ്ങനെയെല്ലാം ചൂഷണം ചെയ്യാൻ സാധിക്കുന്നു നോക്കാനാണ്. അതൊക്കെ ചെയ്യാൻ എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം അത്യാവശ്യമാണ്. ആ പദവി എനിക്ക് കിട്ടിയാൽ വരാനിരിക്കുന്ന 5 വർഷത്തില് എത്ര മുക്കാൻ പറ്റുമോ അത്രയും മുക്കണം. എന്റെ ടാർഗറ്റ് 1,00,000 കോടിയാണ്. ബാക്കിയുള്ളത് നിങ്ങൾക്കാണ്. അമ്മാവന്റെ സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞിട്ട് എത്ര പേരെ തട്ടിയിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ചെയ്യൂ അമ്മാവ. ശരിടാ, നിന്നെ ഞാൻ മറക്കുവോ? ഇഷ്ടം പോലെ കൊയ്തോ. പുറംപോക്ക് സ്ഥലങ്ങൾ, പട്ടയില്ലാത്ത സ്ഥലങ്ങൾ, അമ്പലത്തിനുള്ള സ്ഥലം, ഇതെല്ലാം എത്രയുണ്ടെന്ന് ഒരു സർവേ ചെയ്ത് നോക്ക്. എന്നിട്ട് അത് ഏത് കമ്പനിക്ക് വിൽക്കണോ അത് വിറ്റോ. ഗവൺമെന്റ് ഭൂമി എങ്ങനെയാ അമ്മാവ? നിയമപ്രകാരം അത് തെറ്റല്ലേ? റൂൾസോ? റൂൾസ് എന്താടാ? ഞാൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഞാൻ പറയുന്നല്ലേ റൂൾസ്. അതിനുശേഷം ആരെങ്കിലും നമ്മളെ തട്ടിക്കയറാൻ വരുമോ? വന്നാ വെട്ടി തുണ്ടാക്കില്ലേ? മതി അമ്മാവ, കൊന്നതൊക്കെ മതി. രാഷ്ട്രീയ കളി രസമാണ് അമ്മാവ. എന്നാ പിന്നെ ശരി, ഞങ്ങളുടെ സൈഡിലുള്ള എല്ലാ MLA നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ എനിക്ക് 1000 ഏക്കർ സ്ഥലം വേണം. 1000 അല്ല 10,000 ഏക്കർ വേണമെങ്കിൽ എടുത്തോ. ആ സ്ഥലത്തിൽ വേണമെങ്കിൽ ഒരു ഫാക്ടറി തുടങ്ങിക്കോ. ആ തലവേദനയൊന്നും എനിക്ക് വയ്യ. ഞാൻ ഈ പൊതുമരാമത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. വെറുതെ തുടങ്ങിയതുപോലെ കാണിച്ചാ മതി. പ്രശ്നം വരാണ്ടിരിക്കാനാടോ. ഇനിയില്ലെങ്കിലും ആരാ ചോദിക്കാൻ പോകുന്നത്? ഓ, അങ്ങനെയാണോ പറയാൻ വരുന്നത്? പക്ഷെ ഗവൺമെന്റ് തുറന്നെടുത്ത് കാശുണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ അത് കള്ളപ്പണം ആവില്ലേ? അതിന് നമ്മൾ എന്ത് ചെയ്യും? രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ഇതുപോലും അറിയില്ലല്ലോ. നിങ്ങൾ സമ്പാദിക്കുന്ന കാശുകൊണ്ട് സിമെന്റ് ഫാക്ടറി, പവർ പ്രൊജക്ട്സ്, പിന്നൊരു പത്രം തുടങ്ങിക്കോളൂ. ഇതില് നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഒരു ഷെയർ ഹോൾഡർ ആക്കിക്കോളൂ. എന്നിട്ട് ബാക്കിയുള്ള കാശ് നിങ്ങള് ഫോറിനിലേക്ക് അയച്ചോളൂ. എന്നിട്ട് അതേ കാശ് തന്നെ നിങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയണം. അങ്ങനെ ബ്ലാക്ക് മണി വൈറ്റ് മണി ആകും. അയ്യോ, തലപ്പത്തിരിക്കാൻ പറ്റിയ ആള് തന്നെയാ നിങ്ങള്. ഈ ലോകത്തുള്ള എല്ലാ മന്ത്രിമാർക്കും നിങ്ങൾ തന്നെയാണ് ആദ്യ പാഠം. ഈ പറഞ്ഞ പോലെയൊക്കെ നടന്നാൽ എന്റെ സ്വന്തം ചെലവിൽ ഓരോ മുക്കിലും ഒരു പ്രതിമ നിങ്ങൾക്ക് ഞാൻ പണിയും. പക്ഷെ ഒരൊറ്റ ഡൗട്ടേ ഉള്ളൂ, ഇതെല്ലാം കണ്ടുകൊണ്ട് മീഡിയക്കാര് വായമ്പൊത്തി ഇരിക്കുവോ? അതിന് നമ്മൾ സ്വന്തമായ ഒരു TV ചാനൽ തുടങ്ങുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ
അതിനെതിരായി നമ്മുടെ TV ചാനൽ സംസാരിക്കും. ആകെ 2-3 പത്രങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഞാനൊന്നും ചോദിക്കട്ടെ അമ്മാവ, വെല്ലം തിന്നാൻ ഒരുത്തൻ വിരല് സൂപ്പാൻ ഒരുത്തന്ന് പണമെല്ലാം ചുരുട്ടി വെച്ചാ കാണുന്നവന്മാർ വെറുതെ ഇരിക്കോ? പണം കണ്ട കണ്ണു മഞ്ഞളിക്കുന്ന ഈ ജനങ്ങളാണോ നമ്മളെ ചോദ്യം ചെയ്യാൻ പോകുന്നത്? നമ്മളെത്ര അടിച്ചു മാറ്റുന്നു നോക്കാനല്ല അവന് താല്പര്യം. അവനവന്റെ സന്തോഷമാണ് അവൻ ഏറ്റവും മുഖ്യം. ഒരു നേരം ആഹാരമില്ലാത്തവന് ആഹാരം കൊടുക്ക്, അവൻ നിന്നെ ദൈവത്തിനെ പോലെ വാഴ്ത്തും. കുടിലിൽ ജീവിക്കുന്നവന് വീടുണ്ടാക്കി കൊടുക്ക്, ആ വീട് അവൻ അമ്പലമായി മാറും. ഇതൊക്കെ ചെയ്തതിനു ശേഷം നമ്മൾ എന്തൊക്കെ ചെയ്താലും ആരും ഒന്നും ചോദിക്കില്ല. അതൊക്കെ ഇരിക്കട്ടെ, ആ നിഹാരിക ഇപ്പം തന്നെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതം അതോടെ തീരും. അതുകൊണ്ട് കുറച്ച് മുമ്പേ തന്നെ സെറ്റിൽ ചെയ്താൽ നന്നായിരിക്കും. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന അമ്മാവന് ആദ്യമേ അറിയാം. അമ്മാവ ഇത് കണ്ടൊന്നും സമാധാനിക്കില്ല കേട്ടോ. യെസ്, നീ എവിടെ പോന്നു? ഈ CD എടുത്ത് നിഹാരിക്ക് കൊണ്ടുപോയി കൊടുക്കണം. MD അറിഞ്ഞാ അറിയട്ടറാ, ജോലി പോവും, അത്രയല്ലേ ഉള്ളൂ. ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ജോലി പോലും കുഴപ്പമില്ലടാ. പക്ഷെ ഈ സത്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാൻ വരട്ടറാ. ഇരിക്ക്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കന്യാകുമാരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വണ്ടി 6ാമത്തെ പ്ലാറ്റ്ഫോമിലായിരിക്കും എത്തിച്ചേരുന്നത്. അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്ന് ട്രെയിൻ വരാറായി. ഇനി കുറച്ച് സമയമേ ഉള്ളൂ. എപ്പോഴും ലേറ്റായിട്ട് വരുന്ന വണ്ടി ഇന്ന് മാത്രം കറക്റ്റായിട്ട് വരുന്നു. നിന്റെ പേരെന്താ? നിഹാരിക. സന്താനകൃഷ്ണൻ. പേര് നല്ലതാ, പക്ഷെ എനിക്ക് സൂട്ടാകില്ല. ഇപ്പൊ തന്നെ ലേറ്റായി, ശ്രദ്ധിച്ചു പോണേ. വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? സദാ നേരവും വഴക്ക് പറയുന്ന അച്ഛനെ സഹിക്കേണ്ടി വരണം. ഭർത്താവ് പറയുന്നത് ഭേദവാക്കാക്കി എടുക്കുന്ന അമ്മയെ ഓർത്ത് വിഷമിക്കണം. ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും പങ്കിടാനായിട്ട് ആളില്ലാതെ ഞാൻ വല്ലാതെ വിഷമിച്ചോണ്ടിരിക്കുക. ബോറടിക്കുന്നു. നിന്റെ ബോറിംഗ് ഫാമിലിയെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? നിന്നെ കൂട്ടിക്കൊണ്ടുപോയാൽ എൻ്റെ വീട് എപ്പോൾ ഇല്ലെന്ന് ചോദിച്ചാൽ മതി. അച്ഛനും അമ്മ എന്തു പറഞ്ഞാലും നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കന്യാകുമാരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വണ്ടി 6ാമത്തെ പ്ലാറ്റ്ഫോമിലായിരിക്കും എത്തിച്ചേരുന്നത്. അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്ന്. എപ്പോഴെങ്കിലും എൻ്റെ ഓർമ്മ വരികയാണെങ്കിൽ നീ എന്തായിരിക്കും ചെയ്യുക? ഇത് കുടിച്ചാൽ എല്ലാം മറക്കാൻ കഴിയും. ഇത് നിർത്താനൊന്ന് ശ്രമിച്ചൂടെ? പ്രയാസ, എപ്പോഴും എനിക്ക് ഇത് തന്നെ തുണ. അപ്പോ ഇവരോ? ഏയ്, ഇതെങ്ങനെ നിന്റെ കൈ കിട്ടിയത്? നീ ഒരു മദ്യപാനിയാകണമെന്നാണോ ഇവർ ആഗ്രഹിച്ചത്? ഇവരിപ്പോ ജീവനോടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു. എനിക്കറിയാം നീ പറഞ്ഞതൊക്കെ സത്യമാണെന്ന്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കന്യാകുമാരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വണ്ടി 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പരശുരാം എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ എത്തിച്ചേരുന്നതാണ്.
നീ എന്താ ചെയ്യുന്നേ? വണ്ടി ഇപ്പൊ പോകും. ഹേയ്, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഹേയ്, നീ ഇതെന്താ ചെയ്തത്? ലാസ്റ്റ് ട്രെയിനും പോയി. നിന്റെ മനസ്സിൽ എന്താ ഉള്ളത്? നീ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ആൻസർ പറയണ്ടേ? എന്ത് ചോദ്യം? അത് തന്നെ, എന്നെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചില്ലേ? ഏയ്, അത് വെറുതെ തമാശക്ക്. നീ ഇത് കാര്യമായിട്ടെടുത്തോ? അത് നുണയല്ല എന്നുള്ളത് എനിക്കറിയാം. നീ അടുത്തുള്ളപ്പോൾ എനിക്ക് നല്ല ധൈര്യമാണ്. നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണം. എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ മുറുക്കെ പിടിക്കാതെ ബോട്ടിൽ എവിടെ ഉണ്ട്? കുപ്പി എടുക്ക്. എന്തിനാ ഇപ്പൊ അത് ചോദിക്കുന്നത്? എടുക്കാൻ. ഇപ്പൊ എല്ലാം ശരിയായിക്കോളും. നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മരിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു നഷ്ടമില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു നല്ല കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സമൂഹത്തിന് എന്നെ പോലൊരു മദ്യപാനിയെ ആവശ്യമില്ല. അനീതിയും കൊള്ളയും കൊലയും മോഷണവും ഒക്കെയുള്ള ഈ നാട്ടില് അടുത്തുള്ളവന്റെ വിശപ്പ് പോലും പറയാൻ ഇവിടെ ആരുമില്ല. വിശന്നിട്ട് പാലിന് വേണ്ടി കരയുന്ന പിഞ്ചു കുഞ്ഞു മുതൽ മരണം കാത്തിരിക്കുന്ന പ്രായമായവർ വരെ അവരുടെ ഓരോ തുള്ളി കണ്ണീരിനും പരിഹാരം പ്രതീക്ഷിക്കുന്നു. ആ കൈ നിന്റേതായിരിക്കണം. അവരുടെ കണ്ണീര് നീ വേണം തുടയ്ക്കാൻ. അതാണ് എന്റെ അന്ത്യാഭിലാഷം. ഇപ്പൊ നിന്നെ എന്നെക്കാട്ടിലും കൂടുതലായിട്ട് ജനങ്ങൾക്കാണ് വേണ്ടത്. ഹേയ് പൊട്ടക്കണ്ണടി, അവസാനമായിട്ടൊരു തമാശ പറഞ്ഞോട്ടെ. ഐ ലവ് യു. നിഹാരിക, നീ ഇവിടെയായിരുന്നോ? നിന്നെ നോക്കി അലയായിരുന്നു ഞാൻ. ഇന്ന് ഓഫീസിൽ നീ MD-യോട് സംസാരിക്കുന്നത് ഞാൻ മുഴുവൻ കേട്ടു. ഇത്ര നാളും ഒരു പെണ്ണായ നിനക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അപമാനപ്പെടുത്തി. പക്ഷേ നിന്റെ സത്യസന്ധത കണ്ട്
ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ശരിക്കുള്ള ജേർണലിസ്റ്റ് ആവണമെന്ന് ആഗ്രഹം തോന്നിപ്പോയി. ഇതാ നിഹാരിക, നീ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ന്യൂസ് ഈ CD-യിൽ ഭദ്രമായിട്ടുണ്ട്. ഇത് വെച്ച് വേണം നീ നാടിന്റെ തലയിലെടുത്ത് മാറ്റാൻ. ജനങ്ങളെ രക്ഷിക്കൂ, അത് നിന്നെ കൊണ്ട് സാധിക്കൂ. താങ്ക്സ് ശിവാജി. എന്താടോ തന്റെ പ്രശ്നം? ആ മന്ത്രി രാജരത്ന എല്ലാ MLAസിനും രാത്രി തന്നെ തന്റെ വീട്ടിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ അട്ടിമറിച്ചിട്ട് അവൻ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എങ്ങനെയാടോ പറ്റാ? മെജോറിറ്റി MLAs എല്ലാം നമ്മുടെ അടുത്തല്ലേ ഉള്ളത്. അവൻ കാശ് വാരി വലിച്ചെറിയ, അതുകൊണ്ടാണ് നമ്മുടെ അടുത്തുള്ള ആള് പോലും അവനെ വാഴ്ത്തി പാടുന്നത്. ബാക്കിയുള്ളവരെയൊക്കെ രക്ഷപ്പെടുത്തില്ലെങ്കിൽ നമ്മളൊക്കെ തിരിച്ചു പോകേണ്ടി വരും. പാർട്ടിയുടെ തലപ്പത്തൊന്ന് ചർച്ച ചെയ്തിട്ട് എല്ലാ MLA അവന്റെ പക്കത്തിൽ പോയാ പിന്നെ നമുക്ക് എന്ത് ജോലി ഉണ്ടാവാനാ? വേണമെങ്കിൽ പുതിയൊരു പാർട്ടി തന്നെ തുടങ്ങാം. പറയുന്നത് ഞാൻ സിനിമാക്കാര് മുതൽ എല്ലാ രാഷ്ട്രീയക്കാർക്കും കണ്ണ് മുഖ്യമന്ത്രിയുടെ ഈ സീറ്റിലാ. ഇവിടുത്തെ ബുദ്ധിമുട്ട് അവരറിയുന്നുണ്ടോ? വന്നുവല്ലോ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറഞ്ഞില്ലേ ആള് വരുമെന്ന്. സാറിന് ഇരിക്കാൻ ഒരു കസേര കൊണ്ടുവന്ന്. ഞാൻ ഇരിക്കാൻ വേണ്ടി വന്നതല്ല. കാര്യം എന്താ വെച്ചാ പറയൂ. ഇപ്പത്തെ മുഖ്യമന്ത്രി കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രി ആവണമെന്നാണ് ഇവരുടെ അഭിപ്രായം. അങ്ങനെയാണ് എല്ലാരും പറഞ്ഞു നടക്കുന്നത്. നമുക്ക് ജനങ്ങളാണല്ലോ മുഖ്യം. അങ്ങും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്താൽ വേണമെങ്കിൽ മന്ത്രി പദവി തരാം. ഞാൻ എത്ര കാശ് സമ്പാദിച്ചാലും കുഴപ്പമില്ല എന്നല്ലേ പറഞ്ഞു വരുന്നത്. എന്തൊരു അനുഭവം, എന്തൊരു ദീർഘദൃഷ്ടിയാ. അങ്ങ് ഞങ്ങളുടെ ഒപ്പം ചേർന്ന് നിന്നാൽ ചെരുപ്പോണ്ട് അടി കിട്ടും. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യ ഭരണമുള്ള നാടാണ് നമ്മളോട്. അത് ഇങ്ങനൊരു അവസ്ഥയിലായോ? ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതിന് അവരെ തന്നെ ദ്രോഹിക്കുന്നതുകൊണ്ടാണ്. വേശ്യകൾക്ക് വില പേശുന്ന പോലെ രാഷ്ട്രീയക്കാരെ വില പേശുന്നതുകൊണ്ടാണ്. നിങ്ങൾക്കൊന്നും നാണമില്ലേ? ഒരിടത്ത് നോക്കിയാ സ്കാം, മറ്റിടത്ത് നോക്കിയാ കൈക്കൂലി. എത്രയോ ലക്ഷം കോടി രൂപയാണ് സ്വിസ് ബാങ്കിൽ വെച്ചിരിക്കുന്നത്. വല്ല നിശ്ചയമുണ്ടോ? ഇതിനു വേണ്ടിയാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഇതിനു വേണ്ടിയാണോ ജനങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്? എത്ര കാശുണ്ടായിട്ടും എത്ര സ്വത്തുണ്ടായിട്ടും നമ്മുടെ നാടിന് എന്തിനാണോ ഈ ഗതി വരുന്നത്? ഞങ്ങൾ മാത്രമേ തെറ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കി ആരും ചെയ്യുന്നില്ല എന്നാണോ? നിങ്ങൾ ആരെയാണ് ഈ കൊള്ളയടിക്കുന്നതെന്ന് അറിയോ? റോട്ടിൽ തട്ടുകട നടത്തുന്നവനെ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവനെ, കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരെ, അധ്വാനിക്കുന്ന ജനങ്ങളെ, അവര് സമ്പാദിക്കുന്ന ഓരോ കാശും സർക്കാരിന് ടാക്സ് ആയി കിട്ടുന്നതാണ്. അറിയോ നിങ്ങൾക്ക്? ആ കാശ് ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാതെ നിങ്ങൾ എല്ലാരും കട്ടുമുടിക്കുകയാണോ വേണ്ടത്? എന്ത് ജോലി ചെയ്യാനും കൈക്കൂലി, കൈക്കൂലി. റോട്ടിൽ നടക്കാൻ പോലും കൈക്കൂലി ചോദിച്ചു വരും നിങ്ങളൊക്കെ. നിങ്ങൾ വെച്ചിരിക്കുന്ന ബ്ലാക്ക് മണി പുറത്തു കൊണ്ടുവന്നാലുണ്ടല്ലോ ഈ നാട്ടിൽ ഓരോരുത്തരും ലക്ഷാധിപതിയാവും. അറിയോ നിങ്ങൾക്ക്? ഇയാളുടെ ഒരു കാര്യം, ഈ നാട്ടിൽ 1000 പ്രശ്നങ്ങളുണ്ട്. ഗവൺമെന്റ് കക്കൂസുകളിൽ ടോയ്ലറ്റ് പോലും ഇല്ല. ഇവിടെയുള്ള ഹോസ്റ്റലിൽ കഴിക്കാൻ നല്ല ഭക്ഷണമില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മരുന്ന് കിട്ടുന്നില്ല. ആരോഗ്യപരമായ അന്തരീക്ഷം തന്നെ ഇല്ല. അതിലും കഷ്ടം എന്താന്നോ? ശുദ്ധജലം തരാമെന്ന് പറഞ്ഞിട്ട് എത്രയോ കോടി രൂപയാണ് കൊള്ളയടിച്ചിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഈശ്വരനെങ്കിലും വെറുതെ വിടായിരുന്നു. ദൈവത്തിന്റെ പേരിലും അഴിമതി നടത്തിയിരിക്കുന്നു. ഇതെല്ലാം ശരിയാണോ? നമ്മൾ ഈ ചെയ്യുന്നത് ജനങ്ങൾക്ക് അറിയില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? അറിയാമടോ, ഒരു കാലത്തില് ഇതേ ജനങ്ങൾ തന്നെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരു മടിയും കൂടാതെ ജയിലിൽ പോയി കിടന്നത്. ഇപ്പൊ കാലവും മാറി, സമര രീതികളും മാറിയിരിക്കുന്നു. ഇപ്പൊ നാട്ടിൽ നടക്കുന്നത് എന്താണെന്നറിയോ? ഓരോരോ മനുഷ്യനും ജീവിക്കാൻ വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണെന്നോ? അവന്റെ എമർജൻസി അവന്റെ ഒരു നേരത്തെ ആഹാരമാണോ? ഇന്നത്തെ ഒരു ശരാശരി മനുഷ്യൻ അവന്റെ കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ പിച്ചെടുക്കേണ്ട ഗതികേടിൽ വന്നിരിക്കുകയാണ്. അതെങ്ങനെ സംഭവിച്ചു, അതെങ്ങനെ പരിഹരിക്കാമെന്ന് ചോദിക്കേണ്ട നമ്മൾ അവരെ തന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നു. നേതാവ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ നിൽക്കണം. ഒരു കാലത്ത് നേതാവ് ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അന്നത്തെ രാഷ്ട്രീയമാണോ ഒന്ന്? ഞാൻ എല്ലാരും കൈകൂപ്പി തൊഴുകയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും മനസാക്ഷി എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും മനുഷ്യനായി ജീവിക്കാൻ നോക്കും. രാമേന്ദ്രേട്ടാ, ഇയാള് പറയുന്നത് കേൾക്കുമ്പോ നമ്മളെന്ത് തെറ്റ് ചെയ്ത പോലെ ഉണ്ടല്ലോ. അതെ, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാരും പെരുമാറിയാൽ എന്താ? അദ്ദേഹം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിച്ചാൽ ഇയാൾ ഉള്ളതും കൊളാക്കി പോയല്ലോ. നേതാവേ, ഇവര് പറയുന്നത് കേട്ടാ നമ്മളെ വിട്ടിട്ട് അയാളുടെ പുറകെ പോകുന്നു. എന്തെങ്കിലും ചെയ്യ നേതാവേ. എന്താ അമ്മാവനൊന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാനില്ലേ. വീണ്ടും ആരെങ്കിലും തട്ടാനാണോ പ്ലാൻ? അതെ, ഇപ്പൊ ആരാ തട്ടാൻ പോന്ന് നോക്കിയോ? ദുബായ് സെന്റ് കൂടെ ഒരു ടാറ്റുവും കൂടി സോമരസത്തോട് ഈ മങ്ക നിങ്ങൾ മുന്നിൽ എത്തിയല്ലോ. എന്റെ അന്നനട കാണും കൂട്ടരെ
പിശകാമൽ വിലപേശുക ഹേ മാഷേ. എന്റെ മമ്മി ഡാഡി ചേർന്ന് എന്നെ പെട്ടല്ലോ, ഞാൻ എന്ത് ചെയ്യാൻ? റബ്ബർ പന്ത് പോലെ ഞാനും നിന്നാസ ഉതുട്ടല്ലോ, എന്നിൽ തെറ്റിയില്ല. എന്റെ കവികൾ രണ്ടും തുടുത്തതാനേ, ഞാൻ റോഡിൽ വന്ന ട്രാഫിക് ജാമാ. എന്റെ കവികൾ രണ്ടും തുടുത്തതാനേ, റോഡിൽ വന്ന ട്രാഫിക് ജാമാ. ദൈവം തന്ന ഭാഗ്യം എന്റെ മമ്മി ഡാഡി ചേർന്ന് എന്നെ പെട്ടല്ലോ, ഞാൻ എന്ത് ചെയ്യാൻ? റബ്ബർ പന്ത് പോലെ ഞാനും നിന്നാശ ഉതട്ടല്ലോ, എന്നിൽ തെറ്റിയില്ല. ടാറ്റോടാൻ ചെന്നപ്പോൾ സുന്ദരി പെണ്ണിയിൽ ചോക്ലേറ്റ് തന്നും ഒരാൾ. ഒഴിച്ച് റീങ്കാൽ തടയപ്പോൾ കല്ലൊക്കെ പിടിച്ച് ഒരാൾ. ഹീറോസെല്ലാം ഡേറ്റിംഗിന് വേണ്ടി എന്നെ ചുറ്റുന്നവല്ലോ, AFB-ലാടെ സൂപ്പർ ഫിഗർ എന്ന് ലൈക്ക് അടിക്കുന്നല്ലോ. 6 മണിക്ക് മേൽ എന്നെ കണ്ട ചുരുണ്ട് വീളും നീന്തൽ അവിടെ. 6 മണിക്ക് മേൽ എന്നെ കണ്ടാൽ ചുരുണ്ട് വീളും നീന്തൽ അവിടെ. ദൈവം തന്ന ഭാഗ്യം നിന്നോം തീർക്കാം നിന്നഴുക്ക് ഹേ മാഷേ. എന്റെ മമ്മി ഡാഡി ചേർന്ന് എന്നെ പെട്ടല്ലോ, ഞാൻ എന്ത് ചെയ്യാൻ? റബ്ബർ പന്ത് പോലെ ഞാനും നിന്നാശ ഉതട്ടല്ലോ, എന്നിൽ തെറ്റിയില്ല. You're my baby, you're my love. Let me hold you, let me feel you just right now. You're my baby, you're my love. Come on lady, feeling naughty, let's make love. Everybody right now. സൂര്യൻ ഉദിച്ചത് മാറി മാറി പോനെ വെള്ളുകൾ കേൾക്കാം പൊന്നെ. നീ മാത്രമില്ലെങ്കിൽ എൻ ജീവൻ കൊടുക്കും മെസ്സേജ് ചെയ്യുന്നു ഒരുത്തൻ. ഇന്റർനെറ്റിൽ എന്നും എന്നെ ഫോക്കസ് ചെയ്യുന്നു ഒരുത്തൻ. ആട്ടോഗ്രാഫും ഫോട്ടോഗ്രാഫും എന്നെ ചുറ്റിനും നോക്കേ. വർഗസുന്ദരിയല്ലേ ഞാന്, ലോകം മുഴുവനും എന്റെ ചുറ്റിനം. വർഗസുന്ദരിയല്ലേ ഞാനോ, ലോകം മുഴുവനും എന്റെ ചുറ്റിനം. ദൈവം തന്ന ഭാഗ്യം നിൻ മോഹം തീർക്കാം നിന്നഴുക്ക് ഹേ മാഷേ. ഗോപാലൻ സാറേ, നിങ്ങളെക്കാളും സീനിയർ ഉണ്ടായിട്ടും ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥാനം നൽകി. ആ രാജരത്നത്തിനെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ? വീട്ടില് വേശ്യകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാം. പക്ഷെ അവർ MLA-മാരെ കൂട്ടിയിട്ട് വന്നാൽ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? നിൽക്കൂ. എന്റെ പേര് നെഹാരിക, ഞാനൊരു ജേർണലിസ്റ്റ്. എനിക്ക് CM-നെ പെട്ടെന്ന് കാണേണ്ട ആവശ്യമുണ്ട്. സാധ്യമല്ല, ഈ സമയത്ത് കാണാൻ പറ്റില്ല. സർ, ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. CM-നെ അത്യാവശ്യമായിട്ട് കാണേണ്ടതാ. ഒന്ന് ചെയ്യൂ. അവന്റെ പേരിൽ എന്തെങ്കിലും ഒരു കേസ് ഫയൽ ആയിട്ട് അവനെ അകത്താക്കൂ. അദ്ദേഹം ഒരു മന്ത്രിയാണ്. അറസ്റ്റ് ചെയ്യാൻ തക്കതായ കാരണം വേണമല്ലോ. പ്ലീസ്, ഞാൻ CM-നെ അർജന്റായിട്ട് സംസാരിക്കേണ്ടതാ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? എന്നെ പോകാൻ അനുവദിക്കൂ. എനിക്ക് കണ്ടേ പറ്റൂ. ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ. ആരാ മോളെ നീ? നിനക്കെന്താ വേണ്ടേ? എന്റെ പേര് നിഹാരിക. നിങ്ങളോട് എനിക്ക് അത്യാവശ്യം. ഇതിന് CD ഉണ്ട്. എന്താ അത്? മിനിസ്റ്റർ രാജരത്നത്തിന്
അറസ്റ്റ് ചെയ്യേണ്ട അത്യാവശ്യമായ എവിഡൻസ് ആണിത്. നീ പറയുന്നത് മനസ്സിലാകുന്നില്ലല്ലോ മോളോ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് സാറ് നോക്കിക്കോ. ഇത്ര നാളും ഈ തെളിവിന് വേണ്ടിയാ കാത്തിരുന്നേ. ഇനി ആ രാജരത്നത്തിനെ അറസ്റ്റ് ചെയ്തിട്ട് ഞാൻ സാറിന് മുമ്പിൽ വരും. അങ്ങനെ ആവട്ടെ. നീ ചെയ്തത് നല്ല കാര്യമാണ് മോളെ. രാഷ്ട്രീയക്കാരനാണെങ്കിലും അവൻ ചെയ്ത തെറ്റ് നീ ധൈര്യമായി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. എന്നോർത്ത് എനിക്ക് അഭിമാനമുണ്ട്. ആ രാജരത്നം മന്ത്രിയാവാനേ പാടില്ല. എനിക്ക് ഒറ്റ ആഗ്രഹേ ഉള്ളൂ, നിങ്ങളെ വിശ്വസിച്ച് ജീവിക്കുന്ന ജനങ്ങൾക്ക് ദയവ് ചെയ്ത് നല്ലത് ചെയ്യണം. താങ്ക് യു സർ. ഭാവിയിലെ മുഖ്യമന്ത്രി വിജയിക്കട്ടെ, ഭാവിയിലെ മുഖ്യമന്ത്രി വിജയിക്കട്ടെ, ഭാവിയിലെ മുഖ്യമന്ത്രി വിജയിക്കട്ടെ, ഭാവിയിലെ മുഖ്യമന്ത്രി വിജയിക്കട്ടെ. ഞങ്ങളുടെ നേതാവിന്റെ തോൽവി എന്നൊരു സംഭവം തന്നെയില്ലേ. വരട്ടെ അങ്ങട്. ഈ താലപ്പൊലി നിനക്കല്ലടാ മൂഷേട്ടെ. മാറി നിക്ക അങ്ങട്. ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തിനൊന്ന് വിട്ടു നിക്കടാ. നിന്റെ കാല് പിടിക്കാൻ ഞാൻ ഒന്ന് കൈയെടുക്കടാ. എടുക്കടാ. നിങ്ങൾ വരും, നിങ്ങൾ വരും. വരട്ടെ വരട്ടെ. എനിക്കും കുറച്ച് പോരട്ടെ. നേതാവേ, ഇനി നിങ്ങൾക്ക് ജയം മാത്രമേ ഉള്ളൂ. നടന്നാട്ടെ. ഭാവിയിലെ മുഖ്യമന്ത്രി ഭാവിയിലെ മുഖ്യമന്ത്രി ഭാവിയിലെ മുഖ്യമന്ത്രി ഭാവിയിലെ മുഖ്യമന്ത്രി ഭാവിയിലെ മുഖ്യമന്ത്രി ഭാവിയിലെ മുഖ്യമന്ത്രി ഭാവിയിലെ മുഖ്യമന്ത്രി. ഞാനിവിടെ വന്നതിന് ശേഷം വരാതിരിക്കാൻ പറ്റൂ? വന്നല്ലേ പറ്റൂ. വരൂ വരൂ. നിങ്ങൾക്ക് വേഗം തന്നെ കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ. സിറ്റിയിൽ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തതിന് നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. DGP, ആരോടെ സംസാരിക്കുന്നതെന്ന് മറന്നുപോയതാൽ. എന്നെ അറസ്റ്റ് ചെയ്യുന്ന റോഡ് നടക്കുന്നവരത്തിനെ അറസ്റ്റ് ചെയ്യുന്ന പോലെയാണെന്ന് വിചാരിച്ചോ? എവിഡൻസ് ഉണ്ടോ? എന്റെ അടുത്ത് പെർമിഷൻ തന്നെ ഉണ്ട്. കോഓപ്പറേറ്റ് ചെയ്താൽ കൈവല്ലങ്ങ് വെക്കാതെ കൊണ്ടുപോകാം. നമസ്കാരം നേതാവേ. നമസ്കാരമൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി മീറ്റിംഗിൽ പറഞ്ഞു തീർക്കായിരുന്നില്ലേ? സംസാരിക്കാനൊക്കെ ഇവിടെ സമയം കിട്ടി. നേരം വെളുത്തതും ഗവർണറെ കാണാൻ പോകുന്നത്രേ. അതുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്ത് കളയുന്നാണോ? ഇതിന്റെ ഇടയ്ക്ക് പാർട്ടി നേതാവായിട്ട് ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? അങ്ങനെയല്ല നേതാവേ. അതെല്ലാം പിന്നെ പറയാം. ആദ്യം അറസ്റ്റ് എങ്ങനെയെങ്കിലും നിർത്താൻ നോക്ക്. അങ്ങനെ ആവട്ടെ നേതാവേ. സാർ ശരി സാർ. ഓക്കെ സാർ. ശരി സാർ. ഓക്കെ സാർ. ഓക്കെ നിർത്തൂ. ഐ സെഡ് സ്റ്റോപ്പ്. അവരെ വിടൂ. എന്താ പറ്റിയേ? കോളുന്ന് ഫോൺ വന്നോ? അതാണ് നമ്മുടെ നേതാവ്. താൻ ചാടിയല്ലോ. നിന്റെ പോലീസ് പവർ എന്താണെന്ന് എനിക്ക് നീ കാണിച്ചു തന്നു. എന്റെ പൊളിറ്റിക്കൽ പവർ എന്താണെന്ന് ഇവൻ തന്നെ അറിയാൻ പോകുന്നു. വരിനടാ. നേതാവ് ഇത്ര സംഭവിച്ച സ്ഥിതിക്ക് എനിക്ക് മിണ്ടായിരിക്കാൻ പറ്റില്ല. ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയും? ശാന്തത പാലിക്കൂ. രണ്ടുപേരും ശാന്തരായിരിക്കൂ. ഇരിക്കൂ. എന്റെ സപ്പോർട്ടിന്റെ കാര്യം കുട്ടികളെ പോലെ നിർത്തോ. നീ മിണ്ടരുത്. ഇനി സംസാരിക്കാൻ ഒന്നുമില്ല നേതാവേ. ഇവന് വിശ്വസിക്കാൻ കൊള്ളില്ല. ഇവൻ പാർട്ടിക്ക് ദ്രോഹം ചെയ്യുന്നവനാ. അങ്ങനെയൊന്നും അല്ല നേതാവേ. എന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് താഴെ ഇറക്കാനാണ് ഇവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതല്ല എന്റെ ജോലി. ഓടാടുന്നു. തല്ലുകൂടലേന്നല്ല പറഞ്ഞത്. പറയൂ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഗുണമെന്ന് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പറഞ്ഞു തൊലക്കേ. ഇവന്റെ CM സീറ്റ് തെറിപ്പിക്കാൻ നീ ഒരു പരിപാടിയും ചെയ്യരുത്. ഞാൻ പറയുന്ന മുഴുവിക്കട്ടെ. ഇവൻ എത്ര സമ്പാദിച്ചാലും നീ അതിൽ ഒരു അക്ഷരം മിണ്ടരുത്. ഇതാണ് ശരി. അവർക്കൊരു പ്രശ്നമില്ലെങ്കിൽ എനിക്കൊന്ന് പ്രശ്നം ഉണ്ടാവാനാ? എനിക്ക് എന്റെ പദവിയാണ് പ്രധാനം. നീ എന്തു കുന്തം വേണമെങ്കിൽ ചെയ്തു. എന്റെ ഈശ്വര, രണ്ടുപേരും ഒരേപോലെ ആലോചിക്കുന്നു. പിന്നെന്താ പ്രശ്നം? രണ്ടുപേരും പരസ്പരം കൈ കൊടുക്കൂ. കൈ എന്തിനാ നേതാവേ? കാര്യം നടക്കാൻ ഞാൻ കാലിൽ പോലും വീഴാം. അതന്നെ, രണ്ടുപേരും എന്നും ഇങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ. അമ്മാവാ, ഇത് കണ്ടൊന്നും സമാധാനിക്കില്ല കേട്ടോ.
നിങ്ങൾ രണ്ടുപേരും ഒന്നായി നിറഞ്ഞ ആ ജേർണലിസ്റ്റ് വെറുതെ ഇരിക്കില്ല. അവളിനി എന്ത് ചെയ്തിട്ടെന്താ? ആ സീഡി നമ്മുടെ കയ്യിൽ കിട്ടിയല്ലോ. അത് ശരി, പക്ഷെ അവളുടെ അടുത്ത് വേറൊരു കോപ്പി ഇല്ലെന്ന് പറയാൻ പറ്റൂ. അവള് വളരെ പെശക. അവള് വിചാരിച്ച നടന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും തെരുവിലിറക്കാം. അത് ശരിയാണല്ലോ ഈശ്വര. അവള് വിചാരിച്ച നടക്കാത്ത ഒന്നുമില്ല. പറ, തട്ടിയേക്കട്ടെ. ഒന്നും മിണ്ടായിരിക്കടാ. എന്ത് പറഞ്ഞാലും തട്ടുക. ഇതെന്തത്? ഇപ്പൊ തന്നെ ഈ പാർട്ടി ഏതാണ്ട് ആടിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസം പുതിയൊരാൾ വരും, പുതിയൊരു പാർട്ടി തുടങ്ങും. നീയാണെങ്കിൽ തട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോഴാണ് ഇവർ രണ്ടുപേരും ഒത്തുചേർന്നത്. ഇതൊക്കെ CM നോക്കിക്കോളും. നിനക്ക് എന്താ ഇതിനിടയ്ക്ക് ജോലി? ഈ അടങ്ങ്. ആദ്യം ഇതിന്റെ കാര്യം ഒന്ന് ഒത്തുതീർപ്പാക്ക്. ഇങ്ങനെയുള്ള പണിക്കൊക്കെ ഓൾറെഡി എന്റെ അടുത്ത് ഒരുത്തനും ഉണ്ട്. അവനെ ഒന്ന് വിളിച്ച് പറഞ്ഞാ മതി, അവൻ കാര്യം നോക്കിക്കോളും. വേണ്ട വേണ്ട. ഹലോ സുപ്രജ, ഞാൻ നികാരികയാണ്. സോറി ഡിസ്റ്റർബ് ചെയ്തതിന്. അതൊന്നും കുഴപ്പമില്ല. നീ എവിടെയാ? അതാണ് നിഹാരിക എന്നെ അവസാനമായിട്ട് വിളിച്ച കോൾ. അതിനുശേഷം എന്തു പറ്റിയെന്ന് അറിയില്ല. കാട്ടില് മുഴുവനും അന്വേഷിച്ചു. ഇനി എന്ത് ചെയ്യാനാ? നമുക്ക് പോവാം. അല്ല, ആരെയാ തെരയുന്നേ? നിഹാരിക എന്റെ കൂട്ടുകാരിയാ. പേടിയാവുന്നുണ്ടോ? ജനങ്ങളുടെ നല്ലതിനു വേണ്ടി എന്റെ ജീവൻ തന്നെ പോവുകയാണെങ്കിൽ അതിലെനിക്ക് സന്തോഷമുള്ളൂ. നിന്റെ വിശ്വാസം വെച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സാധിക്കും. സത്യം എന്തെങ്കിലും പുറത്തേക്ക് വരും. ജനങ്ങൾ അതെന്തെങ്കിലും മനസ്സിലാവുമ്പോൾ നിന്നെ പോലുള്ള ആളുകളെ വിരട്ടി അടിക്കും അവര്. ജനങ്ങളെ മാറ്റാൻ നിന്നെ പോലെയുള്ളവര് ജീവനോട് ഉണ്ടായാലല്ലേ? എന്നെ കൊല്ലാനല്ലേ കൊണ്ടുവന്നത്? ഷൂട്ട് ചെയ്യ. ഷൂട്ട് ചെയ്യുന്നൊന്നും എനിക്ക് പുത്തരിയല്ല. പക്ഷെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി സ്പോട്ടിലേക്ക് കൊണ്ടുവരുമ്പോ മരണത്തെ ഭയന്ന് വിറയ്ക്കുന്നവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. നിന്റെ ആത്മധൈര്യം എനിക്ക് പുതിയ അനുഭവം. പുതിയതെന്തും എനിക്ക് വളരെ ഇഷ്ടമാണ്. എവിടേക്കാടിയോ? നമുക്ക് പോവാ സാർ, അവര് കണ്ട പ്രശ്നമാവും. അവൾ എവിടെ പോയിരിക്കുക?
ഇത്ര ഷൂട്ട് ചെയ്തതിനു ശേഷം അവള് ജീവനോടെ ഇരിപ്പുണ്ടാവുന്നാണോ നീ പറയുന്നത്? വാടാ. ഇവിടെ തന്നെ ഉണ്ട്. മോളെ, നിന്നെ കാണാൻ ഇതാ വന്നിരിക്കുന്നവരൊക്കെ. സുപ്രജ, നേഹ, നിനക്ക് എന്ത് പറ്റി? എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഇവരൊക്കെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്. നിന്റെ പെൻഡ്രൈവ് ഇവർക്ക് കിട്ടിയത്. നിന്നെ അന്വേഷിച്ച് അവർ ഓഫീസിലേക്ക് വന്നു. ഇതുപോലെ അന്യായം ചെയ്തവരെ വെറുതെ വിടാൻ പാടില്ല. നിങ്ങളെ ഈ നിലയിലാക്കിയവരെ വെറുതെ വിടാൻ പാടില്ല. എന്റെ ഒരാളുടെ പ്രശ്നമല്ല, ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. ഇങ്ങനെ വിടുകയാണെങ്കിൽ രാജ്യത്തെ അരാജകത്വം നിറയും. വിടാൻ പാടില്ല. ജനങ്ങളുടെ മുന്നിൽ കൊണ്ട് നിർത്തി ശിക്ഷ കൊടുക്കേണ്ടതാണ്. അക്ഷരാശക്തി ഭയങ്കരമായാൽ ആയുധമായിടും. ഓരോ ആളും കത്തിയെടുത്താൽ യുദ്ധക്കളമല്ലോ. അക്ഷരാശക്തി ഭയങ്കരമായാൽ ആയുധമായിടും. ഓരോ ആളും കത്തിയെടുത്താൽ യുദ്ധക്കളമല്ലോ. യുവതലമുറ പടയെടുത്താൽ വിജയം ഇവിടെ നിശ്ചയം. പുറപ്പെടുവിൻ തോക്കുകളേന്തി, പുറപ്പെടുവിൻ സഖാക്കളെ. ചുട്ടുതള്ളുവിൻ പക്ഷികളെ, രാഷ്ട്രീയ രാക്ഷസ വംശജരെ. ന്യായധർമ്മങ്ങളില്ലാതായ ന്യായദേവത നശിക്കുമല്ലോ. കാപട്യമില്ലാത്ത നല്ല മനുഷ്യരും പടവാളെടുത്ത് പൊരുതിടുന്നു, പടവാളെടുത്ത് പൊരുതിടുന്നു. അക്ഷരാശക്തി ഭയങ്കരമായാൽ ആയുധമായിടും. ഓരോ ആളും കത്തിയെടുത്താൽ യുദ്ധക്കളമല്ലോ. പലരും കൂടി അധർമ്മങ്ങളെ വേരോട് പിഴുത് കളയുന്നു. സ്ത്രീയും പുരുഷനും ഭേദമന്യേ പോരാട്ടത്തിനൊരുങ്ങുന്നു. മാറി മാറി വരും കണ്ണുനീർ തുളിയും കത്തും തീയായി മാറിടും. ജാതിയും മതവും ഒന്നു ചേർന്ന് ഈ രാജ്യം കാക്കാൻ വന്നിടും. ന്യായധർമ്മങ്ങളില്ലാതായാൽ സൂര്യനും ചന്ദ്രനും ഉദിക്കില്ല. കാപട്യമില്ലാത്ത നല്ല മനുഷ്യരും പടവാളെടുത്ത് പൊരുതിടുന്നു, പടവാളെടുത്ത് പൊരുതിടുന്നു. അക്ഷരാശക്തി ഭയങ്കരമായാൽ ആയുധമായിടും. ഓരോ ആളും കത്തിയെടുത്താൽ യുദ്ധക്കളമല്ലോ. കളവും ചതിയും സംഗമിച്ചുകൊണ്ട് അക്രമങ്ങളെ അഴിച്ചുവിടും. മനുഷ്യനെ മനുഷ്യൻ കത്തിക്കുന്നു ശ്മശാനത്തിലല്ല കൂട്ടരെ. ബുദ്ധൻ ഗാന്ധി ജനിച്ച ഭൂമിയെ രാക്ഷസ കൂട്ടങ്ങൾ ഭരിക്കാമോ? സഖാക്കളെ പോരാടുവിൻ, പോരാടുവിൻ സഖാക്കളെ. ന്യായധർമ്മങ്ങളില്ലാതായാൽ സൂര്യനും ചന്ദ്രനും ഉദിക്കില്ല. കാപട്യമില്ലാത്ത നല്ല മനുഷ്യരും പടവാളെടുത്ത് പൊരുതിടുന്നു, പടവാളെടുത്ത് പൊരുതിടുന്നു. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എത്രയോ പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടിരിക്കുന്നു. പക്ഷെ ജനങ്ങൾ ഇങ്ങനെ മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും നിരീക്ഷിച്ചില്ല. അഴിമതി എടുത്ത് കളയാൻ വേണ്ടി ആ നിഹാരിക ജനങ്ങളെ ഇളക്കിവിട്ട് ആകെ നശിപ്പിച്ചു തലവേദനയായിരിക്കാം.
எப்ப வந்தன்றது முக்கியம் இல்லடா, புல்லட் எப்படி இறங்குதுன்றதுதான் முக்கியம். എടാ സിനിമ കാണുന്ന സമയമാണോടാ അതൊക്കെ? TV ഓഫ് ചെയ്യടാ. അങ്ങനെ ജനങ്ങൾ മുഴുവൻ ഇങ്ങോട്ടേക്ക് വരുന്നേ. ഇവിടെയും വന്നു അവര്. എന്താണ് നോക്കുന്നത്? അങ്ങോട്ട് പോവാ. രക്ഷയില്ലല്ലോ. ഇങ്ങോട്ട് പോവാ. നിക്കടാ അതാ ഇങ്ങോട്ട് പോവാ. ഇങ്ങോട്ട് വാ, വേഗോട്. ഞങ്ങൾ വെറുതെ വിടൂ. ഇനി ഒരു തെറ്റും ചെയ്യില്ല, സത്യമാണ്. ഞാൻ തൊഴുകയാണ് നിങ്ങളെ. ദയവായി ഒന്നും ചെയ്യരുത് പ്ലീസ്. ഞാൻ ഇനി ഒന്നും ചെയ്യില്ല, ഒരു തെറ്റും ചെയ്യില്ല പ്ലീസ്. നിങ്ങളെല്ലാം ആരാടാ? ജനങ്ങൾക്കെല്ലാം വിവരം വെച്ചടാ. കേരളത്തിൽ മന്ത്രി രാജരത്നം ചെയ്ത അഴിമതികളെ ഭരണകൂടം അവർ ചെയ്ത അക്രമങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നു. ഇതറിഞ്ഞ ആ പ്രദേശത്തുള്ള ജനങ്ങളൊക്കെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഭരണത്തിലുള്ള രാഷ്ട്രീയക്കാർക്ക് ശരിയായ തിരിച്ചടിയാണ് ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇതിന് കാരണക്കാരിയെ പത്രപ്രവർത്തക നിഹാരിതയുടെ ധീരതയെക്കുറിച്ച് എല്ലാവരും ഒന്നടക്കം പ്രശംസിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. ശരി സാറേ, താങ്ക് യു. നിഹാരിക, ഒരു മിനിറ്റ്. ഇത്രയും കാലം പെൺകുട്ടികളെ വീട്ടിൽ ഭാരമായിട്ടാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പെൺകുട്ടികളാണ് ഫലമെന്ന് നീ കാണിച്ചു തന്നു. നീ എന്റെ മകളായതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഐ എം വെരി ഹാപ്പി മോളെ. താങ്ക്സ് ഡാഡി. മോളെ.